ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഓർഡർ ഫ്ലോ ചാർട്ടിൻ്റെ ഫുൾ സെറ്റിങ്സിനെ കുറിച്ചാണ് സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. ഓർഡർ ഫ്ലോ ചാർട്ടിൽ എന്തൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, എന്തൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാൻ പറ്റും, ഏതൊക്കെ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത്. സോ ഇതൊരു ഗോ ചാർട്ടിങ്ങിൻ്റെ ഇനിഷ്യൽ പേജാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പേജാണ് കിട്ടുന്നത്. അതിൽ നിന്നും വി ക്യാൻ സെലക്ട് നിഫ്റ്റി ഫ്യൂച്ചേഴ്സ്. നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് എടുത്തു. നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് അപ്പം നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് എടുത്തു. നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് എടുക്കുമ്പോൾ പ്രധാനമായിട്ടും ഇങ്ങനെയാണ് അത് വരുന്നത്. അപ്പം നമ്മുടെ ബേസിക് സെറ്റിങ്സ് ഒക്കെ ഇതിനകത്തുണ്ടാവും. അപ്പം നമുക്ക് വേണ്ടത് ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു പേജാണ്. സോ ഐ ഹാവ് ടേക്കൺ നിഫ്റ്റി ഓപ്ഷൻസ്. നിഫ്റ്റി ഓപ്ഷനിൽ നിഫ്റ്റി 25,800 പുട്ട് ഓപ്ഷനാണ് ഇന്നത്തെ. അപ്പോൾ ഇത് റണ്ണിങ്ങിലാണ്. ഓക്കെ, സോ ഇത് സാധാരണയുള്ള ഒരു ക്യാൻഡിൽസ്റ്റിക് ചാർട്ട് മാത്രമാണ്. ഇതിൽ നിന്നും ഓർഡർ ഫ്ലോ ചാർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെയാണ് പോകേണ്ടത്? ചാർട്ട്സിൽ പോവുക. ചാർട്ട്സിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഫുട് പ്രിന്റ് ചാർട്ട് രണ്ടെണ്ണം കാണാൻ സാധിക്കും. വൺ ഈസ് ക്ലസ്റ്റർ ഹിയർ, ക്ലസ്റ്റർ ചാർട്ട്, ഇംബാലൻസ് ചാർട്ട്. ഇത് രണ്ടുമാണ് ഫുട് പ്രിന്റ് ചാർട്ടുകളിൽ വരുന്നത്. ഇംബാലൻസ് ചാർട്ടിന് അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതയുണ്ട്. ബട്ട് ഇംബാലൻസ് ചാർട്ടിൽ അതിന് ക്ലസ്റ്റർ ചാർട്ടിനെ അപേക്ഷിച്ച് ഫങ്ഷൻസ് കുറവാണ്. ഇംബാലൻസിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. ദിസ് ഈസ് ക്ലസ്റ്റർ ചാർട്ട്. അപ്പോൾ നമുക്ക് ഇംബാലൻസ് ചാർട്ട് ആദ്യം എടുക്കാം. അപ്പോൾ ഇംബാലൻസ് ചാർട്ട് എടുത്തു. ഈ ഇംബാലൻസ് ചാർട്ട് എടുക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു ചാർട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ ഇംബാലൻസ് ചാർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രോപ്പർട്ടീസിൽ പോയാൽ ഇവിടെ ഒരു ആരോ മാർക്കുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസിൽ പോകാൻ പറ്റും. ഈ പ്രോപ്പർട്ടീസിലാണ് ഈ ഇംബാലൻസ് ചാർട്ടിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് സ്റ്റഡി ചെയ്യാം. ഈ ഇംബാലൻസ് ചാർട്ടിൽ ക്യാൻഡിൽസ്റ്റിക്ക് അൺടിക്ക് ചെയ്യുവാണെങ്കിൽ ഒന്നും കാണാൻ സാധിക്കത്തില്ല. സോ ഷോ ക്യാൻഡിൽസ്റ്റിക്, ഇതൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഷോ ക്ലസ്റ്റർ, ഈ ക്ലസ്റ്റർ വേണ്ടാന്നുണ്ടെങ്കിൽ ക്യാൻഡിൽസ്റ്റിക്ക് മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ക്ലസ്റ്ററാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അതിലാണ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസും ഒക്കെ ഉള്ളത്. ഷോ ക്ലസ്റ്റർ ഓൺ ആയിരിക്കണം. ദെൻ ഷോ പ്രൊഫൈൽ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഇതിൻ്റെ ലെഫ്റ്റ് ക്ലസ്റ്ററും റൈറ്റ് ക്ലസ്റ്ററും നോക്കും. ഇതിൽ ലെഫ്റ്റ് ക്ലസ്റ്റർ, റൈറ്റ് ക്ലസ്റ്റർ, അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഓൺ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കിട്ടും. തൽക്കാലം നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഡിസേബിൾ ചെയ്യാം. ബാക്ക്ഗ്രൗണ്ടും ഷോ പ്രൊഫൈലും ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേണ്ട. ലെഫ്റ്റ് ക്ലസ്റ്റർ, റൈറ്റ് ക്ലസ്റ്റർ. ഓക്കെ, സോ ഇതാണ് ഇംബാലൻസ് ചാർട്ടിലുള്ളത്. ഈ ഇംബാലൻസ് ചാർട്ടിൽ പ്രധാനമായിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ കളേർഡ് പോർഷനില്ല. ഈ കളേർഡ് പോർഷൻ ഈ ഇംബാലൻസിലാണ്, ഈ അഗ്രസീവ്നെസ്സിലാണ് ഈ ഇംബാലൻസ് ചാർട്ട് പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡിൽ സെൽ വോളിയം, റൈറ്റ് സൈഡിൽ ബൈ വോളിയം. അങ്ങനെയാണ് ഇതിൽ ഫോർമാറ്റ് വരുന്നത്. അതായത് സാധാരണയുള്ള ബിഡ് ആസ്കിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇത് റീഡ് ചെയ്യുന്നത് ഇങ്ങനെ ഡയഗണലായിട്ടായിരിക്കണം. ഇങ്ങനെ ഡയഗണലായിട്ട് റീഡ് ചെയ്യുമ്പോൾ ഈ ബൈ വോളിയം 374, ദിസ് ഈസ് 1.2 million. ദാറ്റ് ഈസ് 300% ആൻഡ് മോർ ഓപ്പോസിറ്റ് സൈഡിൽ വരുമ്പോഴാണ് ഇംബാലൻസ് ഷോ ചെയ്യുന്നത്. ദിസ് ഈസ് എ സെല്ലിംഗ് ഇംബാലൻസ്. അപ്പോൾ അതറിയണമെന്നുണ്ടെങ്കിൽ ഇംബാലൻസിൽ അതിൻ്റെ സെറ്റിങ്സ് ഉണ്ട്. ഇംബാലൻസിൽ അതിൻ്റെ സെറ്റിങ്സിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ വേർ ഈസ് ഇറ്റ്, ഇംബാലൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. ഷോ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഓൺ ഇംബാലൻസ് കളേഴ്സ്, ലെഫ്റ്റ് ക്ലസ്റ്റർ, റൈറ്റ് ക്ലസ്റ്റർ, ലോബ് സൈഡ് ഫോർമാറ്റ്, ലോബ് സൈഡ്, പോയിന്റ് ഓഫ് കൺട്രോൾ വേണേൽ നമുക്ക് എടുക്കാം ഇവിടെ. ഓക്കെ, അതൊന്നും ഇപ്പം നമുക്ക് തൽക്കാലം വേണ്ട. POC മാർക്കർ, വോളിയം POC വേണേൽ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. എക്സ്റ്റെൻഡഡ് വോളിയം POC, എക്സ്റ്റെൻഡഡ് ലൈൻസ് വരും. ഓക്കെ, തൽക്കാലം അതിനെക്കുറിച്ചൊന്നും നമ്മളിപ്പം പ്രതിപാദിക്കുന്നില്ല. വാല്യൂ ഏരിയ റേഞ്ച്, വാല്യൂ ഏരിയ എക്സ്റ്റൻഷൻ, എൻഗൾഫ്ഡ് വാല്യൂ, എൻഗൾഫിംഗ് വാല്യൂ ഏരിയ, വോളിയം മാർക്കർ, ഡെൽറ്റ ഡൈവേർജൻസ് ഉണ്ടാവും. ഓക്കെ, സോ ഡെൽറ്റ ഡൈവേർജൻസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനൊരു ലൈൻ വരും. ഓക്കെ, അത് ഡെൽറ്റ ഡൈവേർജൻസ് ആണ്. അതെല്ലാം നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. COT മാർക്കർ ഉണ്ടാവും. ഹൈ ലോ, അൺഫിനിഷ്ഡ് ഓപ്ഷൻ എന്ന് പറയുന്നത്
ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റഡീസിലൊന്നാണ് അൺഫിനിഷ്ഡ് ഓപ്ഷൻ. ടിക്ക് ചെയ്യുവാണെങ്കിൽ ഇതേപോലൊരു ലൈൻ വരും. ദർ ആർ സം കംപ്ലീറ്റ് ചെയ്യാത്ത കുറേ ഓർഡേഴ്സ് ഇതിൻ്റെ ലോ സൈഡിലുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ലോയിൽ അൺഫിനിഷ്ഡ് ഓപ്ഷൻ വരുന്നത്. മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ പ്രോസസ്സാണ്, ഒരു ലേലം വിളിയാണ്. ഒരാൾ 100 രൂപയ്ക്ക് സെൽ ഓർഡർ ഇട്ടേക്കുന്നു, ഒരാൾ 99 രൂപയ്ക്ക് ബൈ ഓർഡർ ഇട്ടിരിക്കുന്നു. ഇതാണ് ഓപ്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ 99 രൂപയ്ക്ക് ബൈയും 100 രൂപയ്ക്ക് സെല്ല് വിട്ട് കഴിഞ്ഞാൽ മാർക്കറ്റ് മൂവ് ചെയ്യത്തില്ല. ഏതെങ്കിലും ഒരു അഗ്രസീവ് ബയറോ അഗ്രസീവ് സെല്ലറോ വന്നെങ്കിൽ മാത്രമേ മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഏതൊരു ട്രേഡിലും ഒരു ലിമിറ്റ് ഓർഡറും ഉണ്ടായിരിക്കും, ഒരു അഗ്രസീവ് ഓർഡറും ഉണ്ടായിരിക്കും. അഗ്രസീവ് ഓർഡർ എന്ന് ഇവിടെ മീൻ ചെയ്യുന്നത് 100 രൂപയ്ക്ക് സെൽ ഓർഡർ ഇട്ടിരിക്കുന്ന ആളിനെ ആ പർട്ടിക്കുലർ പ്രൈസിൽ 99 ബൈ ഓർഡർ കിടക്കുമ്പോൾ വേറൊരു വ്യക്തിയോ അല്ലെങ്കിൽ സെയിം വ്യക്തിയോ ഈ 100 രൂപയ്ക്ക് പ്രൈസ് അക്സെപ്റ്റ് ചെയ്തിട്ട് 100 രൂപയിൽ ഹിറ്റ് ചെയ്യുന്നു. അപ്പം സെൽ സൈഡിൽ റൈറ്റ് സൈഡാണ് സെൽ സൈഡ് നമ്മൾ സാധാരണ ട്രേഡിംഗ് ടെർമിനലിൽ വരുന്നത്. അപ്പം റൈറ്റ് സൈഡിലുള്ള പ്രൈസിനെ ലെഫ്റ്റ് സൈഡിലുള്ള ബയർ ഹിറ്റ് ചെയ്തു. അപ്പോൾ അത് അഗ്രസീവ് ബയറായിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ വരും. അതാണ് ഈ ഓർഡർ ഫ്ലോയിൽ ഇത് ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നതിൻ്റെ സീക്രട്ട്. ഓക്കെ, അപ്പോൾ ഷോ ഇംബാലൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നോക്കൂ, ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് 300-ലാണ്. ഡീഫോൾട്ടിൽ ഇവിടെ 130 സംതിങ് ആണ് വരുന്നത്. അത് നമ്മൾ 300 3 ടൈംസ് ആൻഡ് മോർ വോളിയൂംസ് ഇങ്ങനെ ഡയഗണലായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ വരുന്നുണ്ടെങ്കിൽ മാത്രമേ അത് ഇംബാലൻസ് ആയിട്ട് റെക്കോർഡ് ചെയ്യത്തുള്ളൂ. ആ ഇംബാലൻസ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഇംബാലൻസ് അല്ലെങ്കിൽ സ്റ്റാക്ക്ഡ് ഇംബാലൻസസ് വരാം. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടുന്ന് ഇവിടം വരെ 1 2 3 4 ഇംബാലൻസസ് ഇൻ എ റോ. അപ്പോൾ ഇതിനെ നമ്മൾ സ്റ്റാക്ക്ഡ് ഇംബാലൻസ് എന്ന് പറയുന്നത്. ഫുൾ സെല്ലിംഗ് ആയിരുന്നു ഈ ക്യാൻഡിലിൽ. ടൈം സ്പാൻ എന്ന് പറയുന്നത് 5 മിനിറ്റിലാണ്. ഓക്കെ, ഇതൊരു വലിയ സ്റ്റഡിയാണ്. അത് ഇൻഡിവിജ്വൽ ക്യാൻഡിൽസിൻ്റെ എല്ലാം എടുക്കേണ്ട പ്രധാനപ്പെട്ട ഇംബാലൻസ് ലെവൽസ് എന്ന് പറയുന്നത് സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ ആ സൈഡിലേക്ക് ആ ഡയറക്ഷനിലേക്ക് പ്രൈസ് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. ഓൾറൈറ്റ്, അപ്പോൾ ഇത് അൺഫിനിഷ്ഡ് ഓപ്ഷനാണ്. ഓക്കെ, അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. ഇത് 300 ആണ്. അപ്പോൾ മനസ്സിലായില്ലേ ആ ഇംബാലൻസിൻ്റെ പ്രത്യേകത? ഓക്കെ, എല്ലാ ഇംബാലൻസസും നമ്മൾ സ്റ്റഡി ചെയ്യരുത്. ഓൾറൈറ്റ്, അപ്പോൾ ഇത് ഇംബാലൻസ് എന്ന് പറയും. ഇനി അടുത്ത ഒരു ചാർട്ടർ എന്ന് പറയുന്നത് ഏതാണ്? ക്ലസ്റ്റർ ചാർട്ടാണ്. അപ്പോൾ ഈ ഇംബാലൻസിൽ മാത്രമേ ഇവർ എംഫസിസ് കൊടുക്കുന്നുള്ളൂ. ഏത് കേസിൽ? ഇംബാലൻസ് ചാർട്ടിൽ. ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൽ ബാക്കിയുള്ള ഇൻഫർമേഷൻസ് ഒന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് സുപ്പീരിയർ ആയിട്ടുള്ള ക്ലസ്റ്റർ ചാർട്ടിലേക്ക് പോകാം. അതെങ്ങനെയാണ് പോവുക? ചാർട്ട്സിൽ ക്ലസ്റ്റർ ചാർട്ട് എടുക്കണം. ഇത് രണ്ടും ഫേവറേറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മുകളിൽ കിട്ടാൻ സാധിക്കും. അപ്പോൾ സ്വിച്ച് ചെയ്യാൻ എളുപ്പമാണ്. ക്യാൻഡിൽസ്റ്റിക്ക്, ഇംബാലൻസ്, ക്ലസ്റ്റർ അത് ഫേവറേറ്റിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ മുകളിൽ ഇത് അപ്പിയർ ചെയ്യും. അപ്പോൾ നമുക്ക് ക്ലസ്റ്റർ ചാർട്ടിലേക്ക് പോകാം. ഈ ക്ലസ്റ്റർ ചാർട്ടിൻ്റെ പ്രത്യേകത നോക്കൂ. അപ്പോൾ ഇതിൻ്റെ ഫുട് പ്രിൻറ്റ് ചാർട്ട്, ക്ലസ്റ്റർ ചാർട്ട്. ഓക്കെ, അപ്പം ഈ ഫുട് പ്രിൻറ്റ് ചാർട്ടിൻ്റെ പ്രോപ്പർട്ടീസിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്കിവിടെ ധാരാളം സെറ്റിങ്സ് കാണാൻ സാധിക്കും. സ്പെഷ്യലി റൈറ്റ് ക്ലസ്റ്റർ ആൻഡ് ലെഫ്റ്റ് ക്ലസ്റ്റർ. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ക്ലസ്റ്റർ നോക്കാം. ഈ ലെഫ്റ്റ് ക്ലസ്റ്ററിൽ ഞാനിവിടെ എൻ്റർ ചെയ്തിരിക്കുന്നത് നമുക്ക് ധാരാളം ഇൻഫർമേഷൻസ് ഇവിടെ ആഡ് ചെയ്യാം. അതിന് ഈ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇത് സാധാരണ ഇംബാലൻസ് ചാർട്ടിൽ ഉണ്ടാകാറില്ല. ഓക്കെ, ഈ പർട്ടിക്കുലർ ഫുട് പ്രിൻറ്റ് ചാർട്ടിൽ ഇംബാലൻസസ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ട്രേഡ്സ് ഉണ്ട്. ബൈ ട്രേഡ്സ് നമുക്ക് വേണമെങ്കിൽ ലെഫ്റ്റ് ക്ലസ്റ്ററിൽ ആഡ് ചെയ്യാം. ബൈ ട്രേഡ്സ് പെർസെൻറ്റേജ് ആഡ് ചെയ്യാം. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ട്. വോളിയം നമുക്ക് ആഡ് ചെയ്യാം, ബൈ വോളിയം ആഡ് ചെയ്യാം, ബൈ വോളിയം പെർസെൻറ്റേജ് ആഡ് ചെയ്യാം, സെൽ വോളിയം പെർസെൻറ്റേജ് ആഡ് ചെയ്യാം, ഡെൽറ്റ ട്രേഡ്സ് ആഡ് ചെയ്യാം, ഡെൽറ്റ ആഡ് ചെയ്യാം, ബിഡ് ബൈ ആസ്ക്. ഓക്കെ, ആ ബിഡ് ബൈ ആസ്ക് ആഡ് ചെയ്യാം. ഞാൻ ഡീഫോൾട്ടിൽ ബിഡ് ബൈ ആസ്ക് ആണ്. ഇത് നമുക്ക് ധാരാളം ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ലെഫ്റ്റ് ക്ലസ്റ്ററിൽ ബിഡ് ബൈ ആസ്കും, ഈ ബിഡ് എന്ന് ഇവിടെ മീൻ ചെയ്യുന്നത് സെൽ ഓർഡേഴ്സും, ഇവിടെ ആസ്കിൽ മീൻ ചെയ്യുന്നത് എന്താണ്? ബൈ ഓർഡേഴ്സുമാണ്. സാധാരണയുള്ള ടെർമിനലിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ വരുന്നത്. ഓൾറൈറ്റ്, ഓക്കെ, ലെഫ്റ്റ് ബൈ ഓർഡേഴ്സ് സെൽ ഓർഡേഴ്സും, റൈറ്റ് ബൈ ഓർഡേഴ്സും. അഗ്രസീവ് ഓർഡേഴ്സ് മാത്രമേ ഈ ഫുട് പ്രിൻറ്റ് ചാർട്ടിൽ ഷോ ചെയ്യത്തുള്ളൂ. ടോട്ടൽ വോളിയം വേണമെന്നുണ്ടെങ്കിൽ വേറെ ഇൻഫർമേഷൻ നമ്മൾ എടുക്കണം. ഓക്കെ, അപ്പം ബിഡ് ബൈ ആസ്ക് ലെഫ്റ്റ് സൈഡിലും, റൈറ്റ് ക്ലസ്റ്ററിൽ ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റയാണ് ആഡ് ചെയ്തിരിക്കുന്നത്.
അപ്പം ലെഫ്റ്റ് സൈഡിൽ ബിഡ് ബൈ ആസ്കും റൈറ്റ് സൈഡിൽ ഡെൽറ്റയുമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് സ്റ്റഡി ചെയ്യാം. സോ ബാക്കിയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഞാൻ ഈ COT മാർക്കറിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഓക്കെ, അൺഫിനിഷ്ഡ് ഓപ്ഷനും ഇപ്പം തൽക്കാലം നമുക്ക് വേണ്ട. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻസ് വെച്ചിട്ട് നമുക്ക് സ്റ്റഡി ചെയ്ത് നോക്കാം 1 by 1 ആയിട്ട്. റൈറ്റ്? അപ്പോൾ നമുക്ക് ഇതൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കും. ഇത് ബിഡ് ബൈ ആസ്ക് ആണ്, ഇത് ഇംബാലൻസ് ആണ്. ഇംബാലൻസ് 300% ആയിട്ടാണ്, 3 times ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റഡിയാണ്. ഇതിനേക്കാളുമൊക്കെ സുപ്പീരിയർ ആയിട്ടുള്ള ധാരാളം ഇൻഫർമേഷൻസ് ഇതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ ഈ 2 ചാർട്ട് ഏതൊക്കെയാണെന്ന് പഠിച്ചു. അതിനുശേഷം അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു. എന്നിട്ട് ഓരോ ഇൻഫർമേഷൻസ് നമുക്ക് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കും, ഇതിനകത്ത് എന്തൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പർട്ടിക്കുലർ ഫുട് പ്രിൻറ്റ് ചാർട്ടിൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഇതൊക്കെയാണ്. ധാരാളം ഇൻഫർമേഷൻസ് ഇതിനകത്തുണ്ട്. അതിൽ ഈ ലെഫ്റ്റ് ക്ലസ്റ്ററിലും റൈറ്റ് ക്ലസ്റ്ററിലും നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് എടുത്ത് നമുക്ക് സ്റ്റഡി ചെയ്യാൻ സാധിക്കും. ഇംബാലൻസ് ഇവിടെ സ്റ്റഡി ചെയ്യാൻ സാധിക്കും. ഇംബാലൻസ് റേഷ്യോ ഇവിടെ 300 ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഓൾറൈറ്റ്, ഷോ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോൺസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ധാരാളം പോയിന്റ് ഓഫ് കൺട്രോൾ ഉണ്ട്, POC മാർക്കർ ഉണ്ട്, OEM POC ഉണ്ട്. നമ്മൾ OEM POC ഇൻഡിവിജ്വൽ ക്യാൻഡിലിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾസോ സാധാരണയുള്ള OEM പ്രൊഫൈലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. OEM പ്രൊഫൈൽ ഈസ് ബെറ്റർ ടു അനലൈസ്. ഇതിൻ്റെ ഇൻഡിവിജ്വൽ OEM പ്രൊഫൈലുണ്ട്. ആ OEM POCയും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വാല്യൂ ഏരിയ റേഞ്ച്, ആ ഓരോ ഇൻഡിവിജ്വൽ ക്യാൻഡിലിനും നമുക്ക് OEM പ്രൊഫൈൽ ആഡ് ചെയ്യാം. അതിൻ്റെ വാല്യൂ ഏരിയ റേഞ്ച്, വാല്യൂ ഏരിയ ലോയൊക്കെ ഓട്ടോമാറ്റിക്കലി ഷോ ചെയ്യും. വാല്യൂ ഏരിയ എക്സ്റ്റൻഷൻ, വാല്യൂ ഏരിയ റേഞ്ച് ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്തൊരു വാല്യൂ ഏരിയ സ്വാഭാവികമായിട്ടും ഒന്ന് മാർക്ക് ചെയ്ത് കാണിക്കും. വാല്യൂ ഏരിയ എക്സ്റ്റൻഷനുണ്ട്. ഓക്കെ, ഇപ്പം തൽക്കാലം നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇൻഡിവിജ്വലായിട്ടല്ല നമ്മൾ പഠിക്കുന്നത്, നമ്മൾ കോമൺ ആയിട്ടും പഠിക്കും. So these are all the details involved in this included in this footprint chart. ഇനി നമുക്ക് വീണ്ടും ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഗോ ടു FX സ്റ്റഡി ഇൻഡിക്കേറ്റേഴ്സ്. പോയിട്ട് ബാർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ടൈപ്പ് ചെയ്യുക. കണ്ടില്ലേ, ഈ ബാർ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ഈ ബാർ സ്റ്റാറ്റിസ്റ്റിക്സിൽ പ്രധാനമായിട്ടും ഡീഫോൾട്ടിൽ ഈ 3 items ആണ് വരുന്നത്. വോളിയം വരുന്നുണ്ട്, ഡെൽറ്റ വരുന്നുണ്ട്, കുമുലേറ്റീവ് ഡെൽറ്റ വരുന്നുണ്ട്. അപ്പോൾ ഇത് 3 നമുക്കൊന്ന് പഠിക്കാൻ സാധിക്കും. ഈ വോളിയം എന്ന് പറയുന്നത് ടോട്ടൽ വോളിയം. ഇതാണ് വോളിയം ക്യാൻഡിൽ, ടോട്ടൽ വോളിയമാണ്. ഇവിടെ നമ്മൾ കാണിക്കുന്നതെല്ലാം അഗ്രസീവ് സെൽ വോളിയം, അഗ്രസീവ് ബൈ വോളിയം. ഇതിനകത്തുനിന്ന് അഗ്രസീവ് വോളിയംസ് മാത്രമേ ഇവിടെ ഫുട് പ്രിൻറ്റ് ചാർട്ടിൽ കാണിക്കാറുള്ളൂ. ഓക്കെ, ടോട്ടൽ വോളിയം കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാം. അതേപോലെ തന്നെ ഡെൽറ്റ എന്ന് പറയുന്നത് അഗ്രസീവ് ബൈ വോളിയം മൈനസ് അഗ്രസീവ് സെൽ വോളിയം. ഇപ്പോൾ അഗ്രസീവ് ബൈ വോളിയം എന്ന് പറയുന്നത് എന്താണ്? ബയേഴ്സ് വന്നിട്ട് മാർക്കറ്റ് സെൽ ഓർഡേഴ്സിനെ ഹിറ്റ് ചെയ്യുമ്പോഴാണ് മാർക്കറ്റ് ലിമിറ്റ് പ്രൈസിനെ ഹിറ്റ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? അഗ്രസീവ് ബൈ വോളിയംസ് അപ്ടിക് ആൻഡ് ഡൗൺ ടിക്ക് വെച്ചിട്ടാണ് ഇവരിത് എടുക്കുന്നത്. ഇപ്പം സാധാരണ 100 rupeesന് സെൽ ഓർഡർ ഇട്ടിരിക്കുന്നു, 99 ബൈ ഓർഡർ ഇട്ടിരിക്കുന്നു. നോ ട്രേഡ്സ് വിൽ ഹാപ്പൻ. അതായത് ഒരു ലിമിറ്റ് ഓർഡർ വേറൊരു ലിമിറ്റ് ഓർഡറിൻ്റെ എഗൻസ്റ്റ് ആയിട്ട് ഒരിക്കലും എക്സിക്യൂട്ട് ചെയ്യില്ല. അപ്പോൾ ഒരു അഗ്രസീവ് ബയർ വന്നിട്ട് ഹയർ പ്രൈസിൽ ബൈ ചെയ്യുമ്പോഴാണ് ഡെൽറ്റ ഗ്രീൻ ആകുന്നത്. തിരിച്ച് സംഭവിക്കുമ്പോൾ അതായത് അപ്ടിക് ആൻഡ് ഡൗൺ ടിക്ക്, അതാണ് മാർക്കറ്റ് ട്രേഡ് എന്ന് പറയുന്നത്. ആ മാർക്കറ്റിൽ ബയേഴ്സിനെയാണ് നമ്മൾ എവിടെ ഷോ ചെയ്യുന്നത്? ഈ ബിഡ് ബൈ ആസ്കിൽ റൈറ്റ് സൈഡിൽ ഷോ ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഷോ ചെയ്യുന്നത് അഗ്രസീവ് സെല്ലേഴ്സുമാണ്. അഗ്രസീവ് ബയേഴ്സ് മൈനസ് അഗ്രസീവ് സെല്ലേഴ്സ് ആണ് ഡെൽറ്റ എന്ന് പറയുന്നത്. അവിടെ ബയേഴ്സിനാണ് കൺട്രോൾ ഉള്ളത്. ഹൈ ഡെൽറ്റ മീൻസ് ബയേഴ്സ് ആർ കൺട്രോളിങ് ദി മാർക്കറ്റ്. ദാറ്റ് ഈസ് പോസിറ്റീവ്, ഗ്രീൻ ആണെങ്കിൽ. നെഗറ്റീവ് ആണെങ്കിൽ സെല്ലേഴ്സ് ആർ കൺട്രോളിങ് ദി മാർക്കറ്റ്. റൈറ്റ്? അപ്പം ആ ഡെൽറ്റയാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ. നമുക്ക് ബിഡ് ബൈ ആസ്കിനൊപ്പം നേരിട്ട് കാണിച്ചിരിക്കുന്ന ആ പർട്ടിക്കുലർ സെല്ലിൽ ആ പ്രൈസ് റേഞ്ചിൽ ഹൂ വാസ് കൺട്രോളിങ് ദി മാർക്കറ്റ്. അപ്പോൾ ഇവിടെ
രണ്ട് സെല്ലിൽ ഈ പ്രൈസ് റേഞ്ചിൽ എന്ത് സംഭവിച്ചു? ബയേഴ്സ് ആർ കൺട്രോളിങ് ദി മാർക്കറ്റ്. കണ്ടില്ലേ? ഡെൽറ്റ ഗ്രീൻ ആണ്, ഇത് നെഗറ്റീവാണ്. നെഗറ്റീവ് നെഗറ്റീവ്, ഗ്രീൻ, ലിറ്റിൽ ഗ്രീൻ, നെഗറ്റീവ് നെഗറ്റീവ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയേഴ്സ് ആർ ട്രാപ്ഡ് അറ്റ് ദിസ് ഏരിയ. 947,000 പോസിറ്റീവ് ഡെൽറ്റ, 1 million പോസിറ്റീവ് ഡെൽറ്റ. ഈ ബയേഴ്സിനെ മുഴുവൻ അഗ്രസീവ് സെല്ലേഴ്സ് അല്ലെങ്കിൽ ലിമിറ്റ് സെല്ലേഴ്സ് ഇവിടെ ട്രേഡ് ചെയ്തിട്ടുണ്ട്. ലിമിറ്റ് സെല്ലേഴ്സ് അബ്സോർബ്ഡ് ഓൾ ദീസ് അഗ്രസീവ് ബയേഴ്സ്. അപ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. സാധാരണ അഗ്രസീവ് ബയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഷുഡ് മൂവ് അപ്പ്. സി, ഇവിടെ ഡെൽറ്റ എന്ന് പറയുന്ന ഹ്യൂജ് ഗ്രീനാണ്. നെക്സ്റ്റ് ക്യാൻഡിലിൽ നമുക്ക് അതിൻ്റെ അഗ്രസീവ്നെസ് കാണാനും സാധിച്ചു. ഈ ക്യാൻഡിൽ ഇവിടെ ഓപ്പൺ ചെയ്തു, അവിടെ നിന്നും 79 നിന്ന് ഇത് എവിടം വരെ പോയി? 90 rupees വരെ കയറി വിതിൻ 5 minutes. അപ്പം ഡെൽറ്റ ഗ്രീൻ ആണെങ്കിൽ ബൈ ചെയ്യുക എന്നുള്ളതല്ല അതിൻ്റെ മീനിങ്. ഇതിനൊക്കെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്, റൈറ്റ്? അപ്പം ഇതാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഒക്കെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ അബ്സോർപ്ഷൻ ആൻഡ് ഡെൽറ്റ ഡൈവേർജൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക് ഉണ്ട്. അതൊക്കെ വ്യൂ ചെയ്യാൻ സാധിക്കുന്നത്. ഞങ്ങളുടെ ചാനലിൽ പോയിട്ട് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിനകത്ത് ഡെൽറ്റ ഡൈവേർജൻസ് ഉണ്ട്. ഈ ഓരോന്നിനും ഞാൻ ഇംബാലൻസിന് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ വാച്ച് ചെയ്യാൻ സാധിക്കും. ഓരോന്നും നിങ്ങൾക്ക് വളരെ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ആണ് ആക്ച്വലി ബയേഴ്സിനെ ട്രാപ്പ് ചെയ്തിരിക്കുന്നത്. സി, ആഫ്റ്റർ ദാറ്റ് 80 നിന്ന് എവിടെ പോയി? ഇത് 72 വരെ പോയി. ഓൾറൈറ്റ്. അപ്പം ടോട്ടൽ വോളിയം, ദിസ് ഈസ് അഗ്രസീവ് സെൽ വോളിയം ലെഫ്റ്റ് സൈഡിൽ, അഗ്രസീവ് സെൽ വോളിയം റൈറ്റ് സൈഡിൽ. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരു ബൈയിങ് ഇംബാലൻസ് കാണാൻ സാധിക്കും. അതാണ് ബ്ലൂ കളറിൽ വന്നിരിക്കുന്നത്. ഇത് സെല്ലിംഗ് ഇംബാലൻസ് ആണ്, റെഡ് കളറിൽ കളേർഡ് പോർഷൻ വന്നിരിക്കുന്നത്. ഇനി ഇതാണ് ഡെൽറ്റ. ഡെൽറ്റ മീൻസ് അഗ്രസീവ് ബൈ വോളിയം മൈനസ് അഗ്രസീവ് സെൽ വോളിയം. അതല്ലെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ബൈ വോളിയം മൈനസ് മാർക്കറ്റ് സെൽ വോളിയം, അങ്ങനെ പറയാറുണ്ട്. അഗ്രഷൻ ഈസ് മാർക്കറ്റ്. മാർക്കറ്റ് ഓർഡേഴ്സിനെയാണ് അഗ്രസീവ് ഓർഡേഴ്സ് എന്ന് പറയുന്നത്. അത് അഗ്രസീവ് ബൈ ഓർഡേഴ്സും വരാം, അഗ്രസീവ് സെൽ ഓർഡേഴ്സും വരാം. ഈ ഡെൽറ്റ എന്ന് പറയുന്നത് അഗ്രസീവ് ബൈ മൈനസ് അഗ്രസീവ് സെൽ. കുമുലേറ്റീവ് ഡെൽറ്റ എന്ന് പറയുന്നത് പ്രീവിയസ് ക്യാൻഡിലിൻ്റെ പ്ലസ് ഓർ മൈനസ് കറണ്ട് ക്യാൻഡിൽ ഡെൽറ്റ. ഇപ്പോൾ ഈ 4.57 മില്യണിൽ നിന്ന് 350,000 ഇവിടെ ഗ്രീൻ അല്ലേ, അതിപ്പം മൈനസ് പ്ലസ് 350 വരുന്ന പറയാം 4.22 ആയി, റെഡ്യൂസ് ആയി കുമുലേറ്റീവ് ഡെൽറ്റ. ഗോട്ട് ദ പോയിന്റ്? ഇതാണ് കുമുലേറ്റീവ് ഡെൽറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 279,000 മൈനസ് ആണ്, ഇതും മൈനസ് ഫിയർ ആണ്. അപ്പം എത്ര വരും? 4.22 മില്യൺ പ്ലസ് 279,000 4.5 മില്യൺ. ഇത് റൗണ്ട് ചെയ്ത് സോഫ്റ്റ്വെയർ അങ്ങ് എടുത്തു തന്നേക്കും. അപ്പം നമുക്ക് ഈ ബാർ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഈ ഇൻഫർമേഷൻസ് മാത്രമല്ല, നമുക്ക് ധാരാളം ഇൻഫർമേഷൻസ് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അതായത് ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് കാണിക്കുന്നതെല്ലാം അഗ്രസീവ് ഓർഡേഴ്സിനെ കുറിച്ചാണ് ഈ ഫുട് പ്രിന്റ് ചാർട്ടിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് അഗ്രസീവ് ഓർഡേഴ്സ് കൊണ്ട് മാത്രം മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് സ്റ്റഡി ചെയ്യുന്നത് വളരെയേറെ പ്രയാസമായിരിക്കും. അതുകൊണ്ട് എന്തുമാത്രം ലിമിറ്റ് ഓർഡേഴ്സ് അല്ലെങ്കിൽ ലിമിറ്റ് ഓർഡേഴ്സിൻ്റെ അല്ലെങ്കിൽ പാസീവ് ഓർഡേഴ്സ് എന്നും പറയാറുണ്ട്. ഈ പാസീവ് ഓർഡേഴ്സ് അല്ലെങ്കിൽ ലിമിറ്റ് ഓർഡേഴ്സിൻ്റെ സ്റ്റഡിയും കൂടി നടത്തിയെങ്കിൽ മാത്രമേ നമുക്കിവിടെ ഇതിൻ്റെ മൂവ്മെൻറ്റ്സിനെ കുറിച്ച് വളരെ ഗാഢമായിട്ട് പഠിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറേ ഇൻഫർമേഷൻസ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യണം. ആ ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് ഈ ബാർ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മളൊന്ന് വന്നതിന് ശേഷം ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലൊരു ടേബിൾ വരും. ഈ ടേബിളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ധാരാളം ഇൻഫർമേഷൻസ് കിട്ടും. അപ്പോൾ ഈ വോളിയംസിൽ തന്നെ ഇൻക്രീസ്ഡ് വോളിയം ഡിക്രീസ്ഡ് വോളിയം ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കളേഴ്സ് നോക്കി കണ്ടുപിടിക്കാൻ പ്രയാസം. അപ്പോൾ അതുകൊണ്ട് ഈ കളറിൻ്റെ ചേഞ്ച് ഈ ഫസ്റ്റ് ന്യൂട്രൽ കളേഴ്സിൽ ഇവിടെ വന്നിട്ട് നമുക്കൊരു ബ്ലൂ കളറാണ് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഈ ബ്ലൂ കളർ കൊടുത്തപ്പോൾ നമുക്കവിടെ പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. ഈ പർട്ടിക്കുലർ ഇതെന്ന് പറയുന്നത് ഡബിൾ വോളിയം, അഗ്രസീവ് വോളിയം ഉണ്ട്. ഇവിടെ വോളിയം 7.86 മില്യണിൽ നിന്ന് 18 മില്യണായി. പ്രൈസ് ക്ലോസ്ഡ് ലോവർ. സാധാരണ കാൻഡിസ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ എടുക്കുന്ന അതേ രീതിയാണ്.
പക്ഷേ ഓർഡർ ഫ്ലോ ചാർട്ടിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് ഇതിനെയെല്ലാം അനലൈസ് ചെയ്യാൻ സാധിക്കും. ഇനിയും മാർക്കറ്റ് താഴേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഈ ഡെൽറ്റ. 350,000 പോസിറ്റീവ് ഡെൽറ്റയിൽ നിന്നും ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൽ എന്തായിട്ട് മാറി? -279 ആയി. സോ അഗ്രസീവ് സെല്ലേഴ്സ് ആർ റൂളിംഗ് ദിസ് ക്യാൻഡിൽ. പ്രൈസ് അപ്പായപ്പോൾ ആൻഡ് ക്ലോസ്ഡ് ഡൗൺ അല്ലേ? അപ്പോൾ അങ്ങനെ അത് സംബന്ധിച്ച് ഇത് വീണ്ടും താഴോട്ട് പോവുകയും ചെയ്തു. സി എഗെയിൻ നമ്മൾ അത് ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് ഈ ബൈ കളേഴ്സ് സെൽ കളേഴ്സിലൊന്നും നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനകത്തുനിന്ന് നമുക്ക് ഇൻഫർമേഷൻസ് കുറേ ആഡ് ചെയ്യണം. ഇതിനകത്ത് നമുക്ക് ഓളിയം ഉണ്ട്. ഇവിടെ ഈ ഓളിയം അൺടിക്ക് ചെയ്യുവാണെങ്കിൽ ഓളിയം കാണും. ഓളിയം ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓളിയമാണ് ഒരു മാർക്കറ്റിനെ റൂൾ ചെയ്യുന്നത്. വിത്തൗട്ട് ഓളിയം ദർ ഈസ് നോ ഗുഡ് മാർക്കറ്റ്. അപ്പോൾ എത്രമാത്രം ഓളിയം വരുന്നുണ്ടോ ആ ഓളിയം അനുസരിച്ചാണ് നമ്മുടെ അനാലിസിസും മുന്നോട്ട് പോകേണ്ടത്. ഇൻക്രീസ്ഡ് ഓളിയം വിത്ത് റെഡ് ക്യാൻഡിൽ മാർക്കറ്റ് വീണ്ടും താഴേക്ക് പോകും. ഓക്കെ, അതൊക്കെ അതിൻ്റെ മാർക്കറ്റിൻ്റെ പൊതുവായിട്ടുള്ള അനാലിസിസിനെ കുറിച്ചാണ്. പിന്നെ നമുക്ക് ഈ ഓളിയം ആവശ്യമുണ്ട്. പിന്നെ നിങ്ങൾക്ക് മാക്സിമം ഓളിയം, മിനിമം ഓളിയം, ബൈ പെർസെൻറ്റേജ്. ബൈ പെർസെൻറ്റേജും സെൽ പെർസെൻറ്റേജും നല്ലൊരു ഇൻഡിക്കേറ്ററാണ്. അത് വേണമെങ്കിൽ ആഡ് ചെയ്യാം, നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യാം സ്വന്തമായിട്ട്. ഓക്കെ, ബൈ പെർസെൻറ്റേജ് ആഡ് ചെയ്യുമ്പോൾ ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൽ 49%, ഈ ക്യാൻഡിലിൽ 43%, ഓക്കെ, ഈ ക്യാൻഡിലിൽ 52%. അപ്പോൾ അതാണ് ആ ബൈ പെർസെൻറ്റേജ് ആഡ് ചെയ്യുന്നത്. ദെൻ മാക്സിമം ബൈ വോളിയം, മിനിമം സെൽ വോളിയം. നമുക്കിനി വേണ്ടത് ഇതിനകത്ത് ഡെൽറ്റ ആഡ് ചെയ്തിട്ടുണ്ട്. ഡെൽറ്റ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മാക്സ് ഡെൽറ്റ, മിനിമം ഡെൽറ്റ, കുമുലേറ്റീവ് ഡെൽറ്റ, COT. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കമ്മിറ്റ്മെൻറ്റ് ഓഫ് ട്രേഡേഴ്സ് അറ്റ് ഹൈ, അല്ലെങ്കിൽ ക്ലസ്റ്റർ ഓഫ് ട്രേഡ്സ് എന്ന് പറയാറുണ്ട്. ഇത് കമ്മിറ്റ്മെൻറ്റ് ഓഫ് ട്രേഡേഴ്സ് അറ്റ് ലോ ഏരിയ ഓഫ് ദി ക്യാൻഡിൽ. COT ലോ ആൻഡ് COT ഹൈ. അപ്പോൾ COT ലോയും COT ഹൈയും വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻസ് കൂടി വേണം. അതായത് ഡെൽറ്റ പെർസെൻറ്റേജ് പ്ലസ് ഈ ഡെൽറ്റ ത്രെഷോൾഡ് ഉണ്ട്. എത്രമാത്രം പെർസെൻറ്റേജ് ഡെൽറ്റയാണ് അവിടെ ട്രേഡ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ് ഷുഡ് ബി ചേഞ്ച്ഡ് ടു 99. ദെൻ മാക്സ് ഡെൽറ്റ, മിനിമം ഡെൽറ്റ, ത്രെഷോൾഡൊക്കെ ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻസ് ആണ് നമുക്ക് വേണ്ടി വരുന്നത്. സി എന്തൊക്കെയാണ്? ഓളിയം, ഡെൽറ്റ, COTH, COTL. ഈ COTH, COTL പ്രധാനമായിട്ടും നമുക്ക് ലിമിറ്റ് ഓർഡേഴ്സിൻ്റെ ആക്ടിവിറ്റീസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന പ്രധാനപ്പെട്ട രണ്ട് ഇൻഡിക്കേറ്റർ ഈ കോട്ടച്ച്, കോട്ടലിൽ മാത്രമേ ഉള്ളൂ. അപ്പം ലിമിറ്റ് ഓർഡേഴ്സ് ട്രേഡ് ചെയ്ത് കഴിയുമ്പോഴാണ് അബ്സോർപ്ഷൻ ഹാപ്പൻ ചെയ്യുന്നത്. കോട്ട് ഗ്രീൻ, നല്ല ഗ്രീനായിട്ടുള്ള കോട്ട് എൽ വരുന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് സം അഗ്രസീവ് സെല്ലേഴ്സ് വെയർ ട്രാപ്ഡ് അറ്റ് ദി ലോ ഓഫ് ദ ക്യാൻഡിൽ. ഈ ക്യാൻഡിൽ ലോയിൽ അഗ്രസീവ് സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്തിരിക്കുന്നു. അവിടെ നിങ്ങൾക്ക് നെഗറ്റീവ് ഡെൽറ്റ കാണാൻ സാധിക്കും. സി ഈ ക്യാൻഡിൽ നോക്കൂ, ഇറ്റ്സ് എ ഗ്രീൻ ക്യാൻഡിൽ, ഡെൽറ്റ ഗ്രീൻ ആണ്. അപ്പം ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ലോ പോയിന്റ് നോക്കൂ, COTL. ആ ലോ പോയിന്റ് ഈ രണ്ട് സെല്ലുകളിൽ നെഗറ്റീവ് ഡെൽറ്റ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നെഗറ്റീവ് ഡെൽറ്റ എന്താണ് ഇംപ്ലിക്കേറ്റ് ചെയ്യുന്നത്? സെല്ലേഴ്സ് ആർ കൺട്രോളിങ് ദാറ്റ് ഏരിയ. അപ്പോൾ ഈ സെല്ലേഴ്സ്, ഇവിടെ അഗ്രസീവ് സെല്ലേഴ്സ് ഇത്രമാത്രം വന്നിട്ടും ഞാനതൊരു റെക്റ്റാങ്കിൾ കൊണ്ട് ഷോ ചെയ്യും. അപ്പോൾ ഈ രണ്ട് സെല്ലിൽ അഗ്രസീവ് സെല്ലേഴ്സാണ് റൂൾ ചെയ്യുന്നത്. ഇവിടെ പോസിറ്റീവ് ഡെൽറ്റ, സ്ലൈറ്റ്ലി നെഗറ്റീവ്, ദെൻ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് ഡെൽറ്റ, ഇവിടെ ഏറ്റവും ഹൈയിലും പോസിറ്റീവ് ഡെൽറ്റ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് സ്റ്റഡി ചെയ്യേണ്ടത്? ഈ അഗ്രസീവ് സെല്ലേഴ്സിനെ മുഴുവൻ ലിമിറ്റ് ബയേഴ്സ് അബ്സോർബ് ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കോട്ടൽ ഫിഗർ നോക്കൂ, കോട്ടൽ ഫിഗർ ഇറ്റ് ഈസ് 743,000. അപ്പോൾ നല്ലൊരു ഹ്യൂജ് ക്വാണ്ടിറ്റി ലിമിറ്റ് ബയേഴ്സ് ഇവിടെ അഗ്രസീവ് സെല്ലേഴ്സിനെ അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ റിസൾട്ടായിട്ട് ക്യാൻഡിൽ ക്ലോസ്ഡ് എബവ്. ദാറ്റ് മീൻസ് ലിമിറ്റ് ബയേഴ്സ് ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൽ സ്ട്രോങ് ആണ്. ഇനി അഗ്രഷനും കൂടി വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ശരിക്കും അവിടുന്ന് ഒരു ഹ്യൂജ് റിവേഴ്സൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ബട്ട് ഈ ലിമിറ്റ് ബയേഴ്സ് ഇവിടെ
ഉണ്ടായിരുന്നെങ്കിലും 70-80 ഈ പർട്ടിക്കുലർ സ്ക്രിപ്പ് വളരെ ഹ്യൂജായിട്ട് എവിടം വരെ എത്തി, 91 വരെ എത്തി. പക്ഷേ ഡെൽറ്റ ഈസ് റെഡ്. അപ്പോൾ അബ്സോർപ്ഷൻ പ്ലസ് അഗ്രസീവ്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഇൻഡിക്കേറ്ററാണ് കോട്ട് എൽ എന്ന് പറയുന്നത്. ലിമിറ്റ് ബയേഴ്സ് എത്രമാത്രം അഗ്രസീവ് സെല്ലേഴ്സിനെ അബ്സോർബ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുന്നതാണ് ഏത്, ഈ പർട്ടിക്കുലർ. എന്നിട്ട് ക്യാൻഡിലിൻ്റെ ക്ലോസ് ആണ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്യാൻഡിൽ ക്ലോസ് എബവ് ദാറ്റ് ലെവൽ, ദെൻ ഓൺലി ഇറ്റ് വിൽ സസ്റ്റെയിൻ. ഈ ലിമിറ്റ് ബൈയിങ് നടന്നിട്ടുണ്ടെങ്കിൽ സബ്സിക്വൻ്റ്ലി അഗ്രസീവ് ബയേഴ്സ് മാർക്കറ്റിൽ എൻ്റർ ചെയ്തെങ്കിൽ മാത്രമേ ആ പർട്ടിക്കുലർ മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്യത്തുള്ളൂ. ഇവിടെ നെക്സ്റ്റ് ക്യാൻഡിലിൽ എന്തായി, ഡെൽറ്റ ഈസ് ഹ്യൂജ് റെഡ്. ദാറ്റ് മീൻസ് ഈ ലിമിറ്റ് ബയേഴ്സ് ഇത്രമാത്രം ക്വാണ്ടിറ്റി അബ്സോർബ് ചെയ്തെങ്കിലും അവർ ആ അഗ്രസീവ് ബയേഴ്സ് സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് ദ ക്യാൻഡിൽ ക്ലോസ്ഡ് ലോവർ ആൻഡ് സ്റ്റിൽ ട്രേഡിംഗ് ഇൻ ദിസ് ലെവൽ. ഇന്നത്തെ പുട്ട് ഓപ്ഷനാണ്. ഓക്കെ, എന്നിട്ട് ഈ പർട്ടിക്കുലർ ലെവലിന് താഴെ ഒരു ക്ലോസ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഡ്രാസ്റ്റിക്കലി ഗോ ഡൗൺ. ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്തു. ഈ രണ്ട് ക്യാൻഡിൽസ് ജസ്റ്റ്, ഈ ഒരു ക്യാൻഡിൽ ജസ്റ്റ് ആ ലെവല് വരെ വന്നുള്ളൂ, ആ ലെവലിന് താഴേക്ക് പോയില്ല. വീണ്ടും ഒരു അറ്റംപ്റ്റ് കൂടെ നടത്തി നോക്കി മുകളിലേക്ക് പോകാൻ. സബ്സിക്വൻ്റ്ലി ഈ ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്തു, ധാരാളം ഇത് ഇൻക്രീസ് ചെയ്ത് ഡിക്ലൈൻ ചെയ്തു, അല്ലേ? അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കോട്ട് ഈ ഓരോ ഇൻഡിക്കേറ്റേഴ്സും വളരെ വാല്യുബിളാണ്. ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ളൊരു സ്റ്റഡി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ ഫോളോ ചെയ്യാൻ സാധിക്കത്തുള്ളൂ, കറക്റ്റായിട്ട് ഓർഡർ ഫ്ലോ അനലൈസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സാധാരണ ഈ ഓർഡർ ഫ്ലോ ചാർട്ടിൽ ഇവിടെയൊക്കെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. ഞാനതൊക്കെ തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അത് വെച്ചിട്ട് ഈ ഓരോ ക്യാൻഡിലിൻ്റെയും ഡേറ്റ നിങ്ങൾ റീഡ് ചെയ്യാൻ പോകരുത്. റീഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ യു കനോട്ട് ട്രേഡ്. അത് റീഡ് ചെയ്യുമ്പോഴാണ് ഈ ഓർഡർ ഫ്ലോ ചാർട്ട് വളരെ ഡിഫിക്കൽട്ടായിട്ട് പലർക്കും തോന്നുന്നത്. അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ വരുന്നത്. ഓവറോൾ പിക്ചറാണ് ബാർ സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്നത്. ഈ ബാർ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് അതിനെ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാം. അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് ഇതിനകത്ത്? വോളിയം പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. വോളിയം ആ ഫിഗേഴ്സ് മാത്രം, അഗ്രസീവ്നെസ് മാത്രം നിങ്ങൾ നോക്കി വെച്ചാൽ മതി. ഇപ്പം ഈ റെഡ് ക്യാൻഡിൽ അഗ്രസീവ് വോളിയത്തിലാണ് ട്രേഡ് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് ക്യാൻഡിലും ഹ്യൂജ് വോളിയംസ് ഉണ്ട്, അതാണ് തിക്ക് ബ്ലൂ ആയിട്ടുള്ളത്. ഈ ക്യാൻഡിലിൽ നിന്നും ഈ ക്യാൻഡിലിലേക്ക് എന്തായി, ഡബിൾ വോളിയം വന്നു. അപ്പം നോക്കിയേ, ദിസ് ഈസ് എ റെഡ് ക്യാൻഡിൽ. ആ ഡബിൾ വോളിയം വിത്ത് ഹ്യൂജ് ഡെൽറ്റ റെഡ്. ഇവിടെ 294, ഇവിടെ 644. അപ്പോൾ 2 ടൈംസ് ഡെൽറ്റ അഗ്രസീവ് സെല്ലേഴ്സ് ഈ ക്യാൻഡിലുണ്ട്, ഈ ക്യാൻഡിലിനെ അപേക്ഷിച്ച്. അപ്പോൾ നമുക്ക് അസ്യൂം ചെയ്യാം അടുത്ത ക്യാൻഡിലും റെഡ് ആണ്. അപ്പോൾ ഈ ക്യാൻഡിൽ വന്നപ്പോൾ എഗെയിൻ അഗ്രസീവ് സെല്ലേഴ്സ് ആർ ഇൻക്രീസിങ്. സോ റിസൾട്ടൻലി ഇത് താഴെ പോയി. അപ്പോൾ ഇത് അനലൈസ് ചെയ്യാനായിട്ട് നമുക്ക് വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് മാത്രമാണ് ഞാനിപ്പം തൽക്കാലം എടുത്തിരിക്കുന്നത്. ഓരോ ഇൻഡിക്കേറ്റേഴ്സും എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ സ്റ്റഡി ചെയ്യാനും സാധിക്കും. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഓരോ പോയിന്റിനെ കുറിച്ചും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പഠിക്കാൻ സാധിക്കും. അറ്റ് ദ സെയിം ടൈം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വാട്സാപ്പിൽ ഒരു ഹായ് മെസ്സേജ് അയയ്ക്കുക. ഫസ്റ്റ് ട്യൂട്ടോറിയൽസ്, ഞങ്ങളുടെ റിയൽ ട്യൂട്ടോറിയലിൻ്റെ ഫസ്റ്റ് ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, വളരെ എളുപ്പം നിങ്ങൾക്ക് ഓർഡർ ഫ്ലോ സ്റ്റഡി ചെയ്യാൻ സാധിക്കും. അതർവൈസ് നിങ്ങൾക്ക് ഇത് ഒരുപാട് സമയമെടുക്കും ഇത് സ്റ്റഡി ചെയ്യാനായിട്ട്. അപ്പം വളരെ എളുപ്പം ഒരു 3-4 മന്ത്സ് കൊണ്ട് തന്നെ വളരെ വിപുലമായ ഒരു ട്യൂട്ടോറിയൽ സംവിധാനമാണ് നമുക്കുള്ളത്. ഒരു 3-4 മന്ത്സ് എങ്കിലും എടുക്കും ഇത് മുഴുവൻ സ്റ്റഡി ചെയ്തെടുക്കാനായിട്ട്. അതുവരെ നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഞങ്ങളുടെ സ്റ്റഡി ഗ്രൂപ്പിൽ ലൈഫ് ടൈം മെമ്പർഷിപ്പും ഉണ്ടായിരിക്കും. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് നമുക്ക് വീണ്ടും നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പം വോളിയം ഡെൽറ്റ, കോട്ട് എച്ച് എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ഹയർ ലെവലിൽ എന്തുമാത്രം ലിമിറ്റ് സെൽ ഓർഡേഴ്സ് എത്രമാത്രം അഗ്രസീവ് ബയേഴ്സിനെ അബ്സോർബ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ഇത് ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും നമ്മൾ സ്റ്റഡി ചെയ്യണം.
അങ്ങനെ ഒറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും സ്റ്റഡി ചെയ്തെങ്കിൽ മാത്രമേ ഇതൊരു മാട്രിക്സ് ടേബിൾ പോലെയാണ്, നമുക്കൊരു ഐഡിയ കിട്ടത്തുള്ളൂ, ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ല ഓരോ ക്യാൻഡിലിൻ്റെയും ഈ ഡേറ്റ മാത്രം എടുത്ത് അനലൈസ് ചെയ്താൽ വി ഗെറ്റ് നത്തിങ്. വി ഹാവ് ടു കമ്പയർ ഇറ്റ് വിത്ത് പ്രീവിയസ് ക്യാൻഡിൽ. ഇപ്പം ഈ 3 ക്യാൻഡിൽ നമുക്കൊന്ന് എടുത്തു നോക്കാം. ഇപ്പം ഈ ക്യാൻഡിലിൽ ഡെൽറ്റ 82, ഈ ക്യാൻഡിലിൽ ഡെൽറ്റ 294,000, ഡെൽറ്റ ഇൻക്രീസ് ചെയ്തു. പക്ഷേ ഈ ക്യാൻഡിലിൽ ഡെൽറ്റ എന്ന് പറയുന്നത് 130,000 റെഡാണ്. ഇവിടെ വന്നപ്പോൾ ഡെൽറ്റ വന്നിട്ട് കോട്ടച്ച് വന്നിട്ട് എന്തായി, ഗ്രീനായി. ദാറ്റ് മീൻസ് ഹയർ ലെവലിൽ അഗ്രസീവ് ബയേഴ്സ് റൂൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് അഗ്രസീവ് ബയേഴ്സിനെ അബ്സോർബ് ചെയ്യുന്നതിൽ ആര് ഫെയിലായി? ലിമിറ്റ് സെല്ലേഴ്സ് ഫെയിലായി. അതുകൊണ്ടാണ് ഇത് കുറച്ച് ഇൻക്രീസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്യാൻഡിൽ നോക്കൂ, ഈ കോട്ടച്ച് ഗ്രീൻ ആയത് കംപ്ലീറ്റ് ആയിട്ട് 1.1 മില്യൺ കോട്ടച്ച് റെഡായി. ദാറ്റ് മീൻസ് ഈ ഹയർ സൈഡിൽ ധാരാളം സെല്ലേഴ്സിനെ അബ്സോർബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരൊറ്റ സിംഗിൾ ക്യാൻഡിലിൽ തന്നെ 539,000 ആണ് പോസിറ്റീവ് ഡെൽറ്റ. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ സെല്ലിൽ തന്നെ ഹ്യൂജ് ലിമിറ്റ് ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടാകും. ലിമിറ്റ് സെല്ലേഴ്സ് ഇരുന്നിട്ട് കംപ്ലീറ്റ് അഗ്രസീവ് ബയേഴ്സിനെ ട്രാപ്പ് ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ 1.51 മില്യനായിട്ട് ഹ്യൂജ് ഫിഗറായിട്ട് ഇത് ഇൻക്രീസ് ചെയ്തത്. നോക്കൂ, 45,000 ഗ്രീനിൽ നിന്ന് 1.1 മില്യൺ, എത്രമാത്രം ടൈം? മോർ ദാൻ 25 ടൈംസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നെക്സ്റ്റ് 2-3 ക്യാൻഡിൽസ് താഴേക്ക് പോയത്. ഇത് ജസ്റ്റ് ഒരു അനലൈസ് മാത്രമേ, സ്ട്രാറ്റജി അല്ല. ഇത് വളരെയേറെ സ്റ്റഡി ചെയ്യാനുണ്ട്. അതൊക്കെ സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മളൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നത്. ഈ പർട്ടിക്കുലർ പോയിന്റ് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ ഇവിടെ ഷോർട്ട് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഷോർട്ട് ചെയ്തിരുന്നെങ്കിൽ 75 നിന്ന് എവിടം വരെ പോയി? അത് 55 വരെ പോയി, 20 പോയിന്റ്സ് ഡൗൺ ആയി. ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ വന്നപ്പോൾ കോട്ട് എല്ലാണ് ലോവർ സൈഡിലുള്ള അബ്സോർപ്ഷനെ ഷോ ചെയ്യുന്നത്. പ്രധാനപ്പെട്ട അബ്സോർപ്ഷൻ ഹാപ്പൻ ചെയ്യുന്നതെന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ ഡൈവേർജൻസ് ആണ്. ഡെൽറ്റ ഡൈവേർജൻസ് ക്യാൻഡിൽ വന്നെങ്കിൽ മാത്രമേ റിയൽ അബ്സോർപ്ഷനും വേരിയേഷനും റിവേഴ്സലും നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ, ഹ്യൂജ് ആയിട്ട്. ഇതെല്ലാം ഓരോ ഇൻഡിവിജ്വൽ ക്യാൻഡിൽസിൻ്റെ സ്റ്റഡീസാണ്. ഇപ്പോൾ ഈ ക്യാൻഡിൽ നോക്കൂ, 50,000 നിന്ന് കോട്ട് എല്ല് വന്നിട്ട് 1.4 മില്യണായി. കോട്ട് എൽ 366,000 നിന്ന് കോട്ട് എല്ല് എന്തായി? 1.41 മില്യണായി. ദാറ്റ് മീൻസ് മറ്റേ നേരത്തെ ഉണ്ടായിരുന്ന കോട്ട് എച്ചിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. അപ്പോൾ ഹ്യൂജ് അഗ്രസീവ് സെല്ലേഴ്സിനെ ഹ്യൂജ് ലിമിറ്റ് ബയേഴ്സ് ഇവിടെ അബ്സോർബ് ചെയ്തു എന്നുള്ളതാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നോക്കൂ, അതിനുശേഷം ഈ ക്യാൻഡിലിൻ്റെ സപ്പോർട്ടിൽ നമ്മൾ ബൈ ചെയ്താൽ 58, 59 ബൈ ചെയ്തിരുന്നെങ്കിൽ ഇറ്റ് ഹാസ് ഗോൺ അപ് ടു 70, സം 12 പോയിന്റ്സ് ഇൻക്രീസ് ചെയ്തു. ഇപ്പോൾ ഈ ക്യാൻഡിൽ വന്നപ്പോൾ കോട്ട് എച്ച് വീണ്ടും ഇൻക്രീസ് ചെയ്തു, റിസൾട്ടൻ്റ്ലി അത് താഴേക്ക് പോയി. അപ്പോൾ ഇത് ജസ്റ്റ് ഇൻഡിവിജ്വൽ ക്യാൻഡിൽ വെച്ചിട്ടല്ല നമ്മുടെ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ട്രേഡിംഗ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാൻഡിലിൻ്റെ വോളിയം, ക്യാൻഡിലിൻ്റെ പൊസിഷൻ, ഇതെല്ലാം കൂടി സ്റ്റഡി ചെയ്ത് സ്വിങ് ഹൈ ആണോ സ്വിങ് ലോയിലാണോ ഇതെല്ലാം കൂടി സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ക്യാൻഡിലിൽ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുവാണെങ്കിൽ നെഗറ്റീവ് 348,000 നിന്ന് ഡെൽറ്റ വന്നിട്ട് എത്രയായി? 601,000 ഗ്രീനായി. എന്നിട്ട് എന്താ സംഭവിച്ചത്? എഗെയിൻ ഇറ്റ് ഗോൺ ഡൗൺ. അപ്പോൾ ഈ അഗ്രസീവ് ബയേഴ്സിനെ ഇവിടെ ട്രാപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഈ ക്യാൻഡിൽ. അതുകൊണ്ടാണ് കോട്ട് എച്ച് ഇൻക്രീസ് ചെയ്തത്. റൈറ്റ്? കോട്ട് എച്ചും കോട്ടെല്ലും ഡെൽറ്റയുടെ ഭാഗമേ അല്ല. അഗ്രസീവ് ട്രേഡേഴ്സിനെ ഡിറ്റർമിൻ ചെയ്യുന്നതാണ് ഡെൽറ്റ. നേരെ മറിച്ച് കോട്ട് എച്ച് കോട്ടെൽ എന്ന് പറയുന്നത് ലിമിറ്റ് ഓർഡേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്, സംതിങ് അബൌട്ട് ലിമിറ്റ് ഓർഡേഴ്സ്. അല്ലാതെ അഗ്രസീവ്നെസ്സിനെ കാണിക്കുന്നതല്ല ഒരിക്കലും കോട്ട് എച്ചും കോട്ടെല്ലും. അഗ്രസീവ്നെസ്സിനെ കാണിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഡെൽറ്റ. കോട്ട് എച്ച് കോട്ടെൽ ഒരിക്കലും ഡെൽറ്റയുടെ ഭാഗമേ അല്ല. ബട്ട് മാക്സ് ഡെൽറ്റ, മിനിമം ഡെൽറ്റ ഡെൽറ്റയുടെ ഭാഗം തന്നെയാണ്. അപ്പം അത് വെച്ചിട്ട് നമുക്കിവിടെ സ്റ്റഡി ചെയ്യാം. നോക്കി, മാക്സ് ഡെൽറ്റ വന്നിട്ട് 963,000. അപ്പോൾ ഒരു 5 ടൈംസ് ഇവിടെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇവിടെ ഈ മാക്സ് ഡെൽറ്റ ഷോ ചെയ്യുന്നത് എന്താണ്? ബയേഴ്സിൻ്റെ പവറാണ് ഷോ ചെയ്യുന്നത്.
ബയേഴ്സിൻ്റെ പവർ ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൽ നിന്ന് 5 ടൈംസ് ഇൻക്രീസ് ചെയ്തിട്ടും എന്തായി? നെക്സ്റ്റ് 2 ക്യാൻഡിൽസ് ഗോൺ ഡൗൺ, റൈറ്റ്? അപ്പം മാക്സ് ഡെൽറ്റ നമുക്ക് സ്റ്റഡി ചെയ്യാനുണ്ട്, മിനിമം ഡെൽറ്റ സ്റ്റഡി ചെയ്യണം. മിനിമം ഡെൽറ്റ സെല്ലിംഗ് പവറിനെയാണ് കാണിക്കുന്നത്, മിൻ ഡെൽറ്റ. ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൽ മിൻ ഡെൽറ്റ എന്ന് പറയുന്നത് സെല്ലേഴ്സ് പവർ. ഈ 960,000 നിന്ന് 45,000 ആയിട്ട് റെഡ്യൂസ് ചെയ്തു മാക്സ് ഡെൽറ്റ. അറ്റ് ദ സെയിം ടൈം മിനിമം ഡെൽറ്റ എത്രയായി? 350 2 മില്യൺ ആയിട്ട് ഇൻക്രീസ് ചെയ്തു. സി നെക്സ്റ്റ് താഴെ പോയി. അപ്പോൾ നമ്മൾ ഇത് ഓരോ ക്യാൻഡിലിൻ്റെയും സ്റ്റഡി ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാൽ യു വിൽ നോട്ട് ഗെറ്റ് സഫീഷ്യൻറ്റ് ടൈം ടു ട്രേഡ്. നമുക്കൊരു സ്ട്രാറ്റജി ഇതിനകത്തുനിന്ന് ബിൽഡ് ചെയ്യണം. ആ സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ വെരി ഈസി ടു ട്രേഡ്. അപ്പോൾ ട്രേഡിംഗ് വ്യൂവിലൊക്കെ ഉള്ള പോലെ ഒരു സ്ട്രാറ്റജി നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഡെൽറ്റ ഹസിൽ ട്രേഡിംഗ് സ്ട്രാറ്റജിയിൽ നമ്മൾ പ്രധാനമായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നത് 4-5 ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഉണ്ടാകും. ഓഫ് കോഴ്സ് ഓരോ സ്ട്രാറ്റജിയും പരസ്പരം റിലേറ്റഡ് ആണ്. എന്നിരുന്നാൽ തന്നെയും സ്റ്റാൻഡ് ലോൺ ആയിട്ടുള്ള 5 സ്ട്രാറ്റജീസ് നമുക്ക് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആ 5 സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 99% ആക്യുറസി ആണുള്ളത്. സ്വിംഗ് ലോ, സ്വിംഗ് ഹൈ നിങ്ങൾ എടുക്കണം, ഡിസ്കൗണ്ട് സോൺ, പ്രീമിയം സോൺ, സ്മാർട്ട് മണി ട്രേഡേഴ്സ്. ഈ കോട്ടെല്ലാം നിങ്ങൾക്ക് സ്റ്റഡി ചെയ്താൽ കാണാം. നമുക്കിപ്പോൾ ഒരു 1 മിനിറ്റിലേക്ക് ഇത് മൂവ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സി ഈ പർട്ടിക്കുലർ ഇവിടെ മുതൽ നമുക്ക് എടുക്കാം. കോട്ടെല്ല് മാത്രം എടുത്ത് സ്റ്റഡി ചെയ്യാം. ഇവിടെ ഒരു ഹ്യൂജ് കോട്ടൽ സ്പൈക്ക് ഉണ്ടായിട്ടുണ്ട്. ദെൻ കണ്ടിന്യൂസ്ലി കോട്ടൽ ഈസ് ഇൻക്രീസിങ്, ഡിക്രീസിങ്, നോട്ട് റെഡ്. ഇപ്പം ഈ ക്യാൻഡിൽ വന്നപ്പോൾ വളരെ തിക്കായിട്ടുള്ള ഒരു കോട്ടൽ നമുക്ക് കാണാൻ സാധിച്ചു. കോട്ട് എച്ച് എന്ന് പറയുന്നത് ലാസ്റ്റ് 3 ക്യാൻഡിൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഗ്രീൻ കളറുമായി. അപ്പം ഇവിടെ അഗ്രസീവ് ബയേഴ്സ് ആർ റൂളിംഗ് ദിസ് ക്യാൻഡിൽ ത്രൂ ഔട്ട് ഫ്രം ലോ ടു ഹൈ. വോളിയം നോക്കൂ, വോളിയം ഓൾമോസ്റ്റ് ഡബിളായി. ഡെൽറ്റ എന്ന് പറയുന്നത് സൂപ്പർ ഡെൽറ്റയാണ്. ആ കളേർഡ് പോർഷൻ അതാണ് കാണിക്കുന്നത്. ആൻഡ് ഡെൽറ്റ പെർസെൻറ്റേജ് ഈസ് 55%. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് ഈ പ്രീവിയസ് ക്യാൻഡിലുമായിട്ട് വന്നപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ബൈ എടുത്താൽ ഡെഫിനറ്റ്ലി വി വിൽ ഗെറ്റ് സംതിങ് ഔട്ട് ഓഫ് ഇറ്റ്. ജസ്റ്റ് ഈ ക്യാൻഡിലിൻ്റെ മാത്രം സ്റ്റഡിയുള്ള ഒരു ബൈ ആണ്. നോക്കൂ, 61 നിന്ന് എവിടം വരെ പോയി? അത് 5 മിനിറ്റ് കൊണ്ട് 66 ആയി ഓൾമോസ്റ്റ്. അതിനുശേഷം ഈ ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടേ ഇല്ല. 58 നിന്ന് ഇത് 71 വരെ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇതെല്ലാം ഇൻഡിവിജ്വൽ ക്യാൻഡിൽ അനാലിസിസ് ആണ്. ഇൻഡിവിജ്വൽ ക്യാൻഡിൽ അനാലിസിസ് നമ്മളെ എങ്ങും എത്തിക്കില്ല. നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് എന്താണ്? ഇതിനെ എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് ഉള്ള ബൈയിങ് ആൻഡ് സെല്ലിംഗ് സ്ട്രാറ്റജീസ് ആണ് ഡെവലപ്പ് ചെയ്യാനുള്ളത്. അപ്പം നമുക്ക് ഈ ബാർ സ്ട്രാറ്റജീസിൽ പ്രധാനമായിട്ടും ഇത്രയും ഇൻഫർമേഷൻസ് ആണ് ഉള്ളത്. ഇനി സംതിങ് ഇതിനകത്തുനിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അടുത്ത ട്യൂട്ടോറിയലിൽ ഞാനത് കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ നമുക്ക് കാണേണ്ടത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഡെൽറ്റ ഡൈവേർജൻസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാൻഡിൽ. മോസ്റ്റ് പവർഫുള്ളും മോസ്റ്റ് വീക്ക് ക്യാൻഡിലും അത് തന്നെയാണ്. അപ്പോൾ ഈ ഡെൽറ്റ ഡൈവേർജൻസ് ക്യാൻഡിലിൻ്റെ മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ വി ക്യാൻ സീ എ ഹ്യൂജ് റിവേഴ്സൽ. പക്ഷെ ഇതെല്ലാം അക്കാഡമിക്കലി മാത്രമേ നമുക്കത് പറയാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ അത് ആ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ പൊസിഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഡെൽറ്റ ഇൻക്രീസ് ആകുമ്പോൾ മാർക്കറ്റ് കയറും എന്നുള്ളത് നോർമലായിട്ടുള്ള ഒരു അഗ്രസീവ്നെസ് ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നമുക്കൊരു സ്ട്രോങ് അഗ്രസീവ്നെസ് കിട്ടി. അതിനുശേഷം ഈ ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തില്ല. ഇവിടെ ഡെൽറ്റ എത്രയാണ്? 556. എന്നാൽ ഈ ക്യാൻഡിൽ നോക്കൂ, ഇവിടെ ഡെൽറ്റ എത്രയാണ്? 1.69 മില്യൺ. പക്ഷെ അതിനുശേഷം എന്ത് സംഭവിച്ചു? 2 ക്യാൻഡിൽ ഇപ്പം റെഡിലാണ്. ഈ ക്യാൻഡിലിന് മുകളിൽ ട്രേഡിംഗ് നടന്നിട്ടേ ഇല്ല. അപ്പം ജസ്റ്റ് ഡെൽറ്റ മാത്രം വെച്ച് നമുക്ക് ട്രേഡ് ചെയ്താൽ ഒരു സ്ഥലത്ത് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയാൽ അടുത്ത സ്ഥലത്ത് നമ്മൾ ലോസ് ആകും. അപ്പം ഡെൽറ്റ എലോൺ ഒരിക്കലും ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി നമുക്ക് തരത്തില്ല, നൽകുകയില്ല. ഇവിടെ ഡെൽറ്റ പെർസെൻറ്റേജും ഗുഡാണ്, ഇവിടെയും ഗുഡാണ്. വോളിയം നോക്കൂ, 3 ടൈംസ് വോളിയം ഉണ്ട്. എന്നിട്ടും ക്യാൻഡിൽസ് ആർ ട്രേഡിംഗ് ലോവർ. അപ്പം നമ്മൾ ഡെൽറ്റ ഡൈവേർജൻസ് സ്റ്റഡിയും കൂടി നടത്തണം. അങ്ങനെ 1 by 1 ആയിട്ട് ഈ സ്റ്റഡീസ് നടത്തിയിട്ട് ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കൊരു നല്ലൊരു ട്രേഡിംഗ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ.
അല്ല, ഇൻഡിവിജ്വൽ ക്യാൻഡിൽസിൻ്റെ ഡേറ്റ ഒരിക്കലും നമുക്ക് ഒന്നും തന്നെ നൽകില്ല. അപ്പോൾ എന്താണ് ഡെൽറ്റ ഡൈവേർജൻസ്? ഡെൽറ്റ ഡൈവേർജൻസിനെ കുറിച്ച് ഞാൻ നമ്മുടെ ചാനലിൽ വളരെയേറെ നല്ല ട്യൂട്ടോറിയൽസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഡെൽറ്റ ഡൈവേർജൻസ് എന്താണെന്നും അതുകൊണ്ട് എങ്ങനെയാണ് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നിങ്ങൾ നോക്കേണ്ടത്, ഈ ഓർഡർ ഫ്ലോ ചാർട്ടിൻ്റെ അഗ്രസീവ്നെസ് എവിടെ വരുന്നു എന്നുള്ള. ലോ സ്വിങ്ങിലാണെങ്കിൽ അത് ചിലപ്പം സക്സസ് ആയിരിക്കും. ഹയർ സ്വിങ്ങിലേക്ക് പോകും തോറും, ഉയരങ്ങളിലേക്ക് പോകും തോറും ഈ അഗ്രസീവ് ബയേഴ്സിനെ ട്രാപ്പ് ചെയ്യും ലിമിറ്റ് സെല്ലേഴ്സ്. അതാണ് നമുക്ക് ബേസിക് ആയിട്ട് പഠിക്കേണ്ടത്. അതെങ്ങനെയാണ്, ആ ട്രാപ്പിൽ നിന്ന് എങ്ങനെ നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ സാധിക്കും, ആ ട്രാപ്പ് എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കോട്ട് എച്ച് എന്ന് പറയുന്നത് ഹ്യൂജ് ഗ്രീനാണ്, കോട്ട് എല്ലും ഹ്യൂജ് ഗ്രീനാണ്. ബട്ട് റിസൾട്ട് എന്താണ്? മാർക്കറ്റ് സ്റ്റിൽ താഴേക്കാണ് പോകുന്നത്. എക്സാക്ട്ലി ഈ ക്യാൻഡിലിൻ്റെ ലോ വരെ എത്തി. നേരെ മറിച്ച് നമുക്ക് ഇവിടെ ഒരു ബൈ കിട്ടി, ഇവിടെ ഒരു ബൈ കിട്ടി. വോളിയം എന്ന് പറയുന്നത് ജസ്റ്റ് ഡബിൾ ആണ്. അഗ്രസീവ്നെസ് ഇൻ ഡെൽറ്റ, അഗ്രസീവ്നെസ് വി ക്യാൻ സീ ഇൻ എവരിവെയർ. കോട്ട് എച്ച്, കോട്ട് എൽ, മാക്സ് ഡെൽറ്റ, മിൻ ഡെൽറ്റ, എവരിവെയർ. ആൻഡ് വോളിയം പെർസെൻറ്റേജ് ഓൾസോ, ഡെൽറ്റ പെർസെൻറ്റേജ് ഓൾസോ 55%. അപ്പോൾ അവിടുന്ന് നമുക്ക് എവിടം വരെ കിട്ടി? 61ൽ നിന്ന് അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാതെ തന്നെ 72-ലെത്തി. 72 അല്ല, 79-ലെത്തി. ഓൾമോസ്റ്റ് 50% റിട്ടേൺ. കറക്റ്റ്. അപ്പോൾ അത് എങ്ങനെയാണ് നിങ്ങൾ സ്റ്റഡി ചെയ്യേണ്ടത്? നേരെ മറിച്ച് നമ്മൾ ഇവിടെയാണ് എൻട്രി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഹ്യൂജ് ലോസും വരും. പിന്നെ നിങ്ങൾ ഒരു കാരണവശാലും ഓർഡർ ഫ്ലോയിൽ പിന്നെ ട്രേഡ് ചെയ്യത്തില്ല. അപ്പം ഹാഫ് നോളേജ് ഈസ് ഡേഞ്ചർ. പഠിക്കുമ്പോൾ നിങ്ങൾ മുഴുവൻ പഠിക്കുക, മുഴുവൻ പഠിച്ചിട്ട് ശേഷം മാത്രമേ ഇത് അപ്ലൈ ചെയ്യാവൂ. ഓൾറൈറ്റ്. അപ്പം നമുക്ക് വീണ്ടും അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഡെൽറ്റ ഡൈവേർജൻസ് ക്യാൻഡിൽസിനെ കുറിച്ച് പഠിക്കാം. സാധാരണ ഈ ക്യാൻഡിൽ നോക്കൂ, ഗ്രീൻ ക്യാൻഡിലാണ്. ഈ ഗ്രീൻ ക്യാൻഡിലിന് നോർമലി പോസിറ്റീവ് ഡെൽറ്റയാണ്, ഇത് പോസിറ്റീവ് ഡെൽറ്റയാണ്. റെഡ് ക്യാൻഡിലിന് റെഡ് ഡെൽറ്റയാണ്. എന്നാൽ ഒരു റെഡ് ക്യാൻഡിലിന് പോസിറ്റീവ് ഡെൽറ്റ വരുന്ന ഒരു കേസ് വരും, അല്ലെങ്കിൽ ഒരു ഗ്രീൻ ക്യാൻഡിലിന് നെഗറ്റീവ് ഡെൽറ്റ വരുന്ന ഒരു കേസ് വരും. ഇത് വോളിയം, ഇത് ഡെൽറ്റ, ഇത് ഗ്രീൻ ക്യാൻഡിലാണ്. കറക്റ്റ്. ഇത് ഗ്രീൻ ക്യാൻഡിൽ. ഈ ഗ്രീൻ ക്യാൻഡിലിൽ ഡെൽറ്റ എന്താണ്? സെക്കൻഡ് കോളം നെഗറ്റീവാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഡെൽറ്റ ഡൈവേർജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡെൽറ്റ ഡൈവേർജൻസ് ക്യാൻഡിൽ ആകുമ്പോൾ ഈ ക്യാൻഡിലിനെ നമ്മൾ നോട്ടിഫൈ ചെയ്യണം. അതിനുവേണ്ടി നമുക്കൊരു ഇൻഡിക്കേറ്റർ ഉണ്ട്. നമ്മൾ ഡെൽറ്റ ബാർസ് ഇൻഡിക്കേറ്റേഴ്സിൽ പോകണം. ഇൻഡിക്കേറ്റേഴ്സിൽ പോയിട്ട് ഡെൽറ്റ ബാർ എന്ന് ടൈപ്പ് ചെയ്യും. ഡെൽറ്റ ബാർ. അപ്പോൾ നമുക്ക് ഡെൽറ്റ ബാർ കിട്ടി. ഈ ഡെൽറ്റ ബാറിൽ നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടീസിൽ പോകണം. പ്രോപ്പർട്ടീസിൽ പോയിട്ട് ഡൈവേർജൻസ് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി നമ്മളെ കാണിച്ചു തരും എവിടെയാണ് ഡൈവേർജൻസ് വന്നിരിക്കുന്നത്, ഏത് ക്യാൻഡിലാണെന്നുള്ളത്. ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എവറി ടൈം നമ്മൾ വളരെ സൂക്ഷിച്ച് നോക്കണം. ഇതാകുമ്പോൾ നമുക്കൊരു ഇൻഡിക്കേഷൻ കിട്ടും. സി നോക്കൂ, ഡൈവേർജൻസ് ക്ലിക്ക് ചെയ്ത് ഇതേപോലെ ഒരു ഇൻഡിക്കേഷൻ വരും. അപ്പോൾ ഈ ഡൈവേർജൻസ് ക്യാൻഡിൽസ് വന്നെങ്കിൽ മാത്രമേ നമുക്ക് അവിടുന്ന് ഒരു റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ആ റിവേഴ്സൽ വളരെ സ്ട്രോങ് റിവേഴ്സൽസും ആയിരിക്കും. അപ്പോൾ ഡൈവേർജൻസ് വന്നു. അപ്പോൾ ഈ ഡൈവേർജൻസ് മാത്രം കൊണ്ട് നമുക്ക് അനലൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുമുലേറ്റീവ് ഡെൽറ്റയും കൂടി എടുത്തെങ്കിൽ നമുക്ക് ശരിക്കുമുള്ള സ്റ്റഡി നടത്താൻ സാധിക്കത്തുള്ളൂ. കുമുലേറ്റീവ് ഡെൽറ്റ എന്താണെന്ന് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ പോയിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസിൽ പോയിട്ട് കുമുലേറ്റീവും കൂടി ഓണാക്കും. ഡീഫോൾട്ടിൽ ഇത് റീസെറ്റ് സെഷൻ ഡേ ആണ്. അത് നമുക്ക് പല രീതിയിൽ എടുക്കാം. വിസിബിൾ ക്യാൻഡിൽസ് വീക്ക് ഉണ്ട്, വിസിബിൾ ക്യാൻഡിൽസ് മന്ത് ഉണ്ട്, വിസിബിൾ ക്യാൻഡിൽസ് ഓൾ ഉണ്ട്. അപ്പം ഇത് നമ്മൾ ഓരോ കേസിലും ഡിഫറെൻറ്റ് ഇൻഫർമേഷൻസ് ആണ് ചെയ്യുന്നത്. ഓരോ ട്രേഡിംഗ് സ്ട്രാറ്റജിക്കും നമ്മൾ ഈ ഡെൽറ്റ കുമുലേറ്റീവ് ഡെൽറ്റ ഡൈവേർജൻസിനെ നമ്മൾ ചേഞ്ച് ചെയ്യും. ഓക്കെ. അതൊക്കെ ഇൻഡെപ്ത് സ്റ്റഡീസ് ആണ്. നമുക്ക് അങ്ങോട്ട് വരാം. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഡെൽറ്റ ഡൈവേർജൻസ് മാത്രം പഠിക്കാം. അപ്പോൾ കുമുലേറ്റീവ് ഡെൽറ്റ ഡൈവേർജൻസ് നമുക്ക് നോക്കാം. ദിസ് ഈസ് കുമുലേറ്റീവ് ഡെൽറ്റ ഡൈവേർജൻസ്. കുമുലേറ്റീവ് ആണ്, ഡൈവേർജൻസ് ടിക്ക് ചെയ്തിട്ടുണ്ട്.
പിന്നെ ബാക്കി ഇവിടെ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങൾ. ഇവിടെ നമുക്ക് ഡൈവേർജൻസ് ക്യാൻഡിലിനെ പ്രത്യേകം, ഇവിടെ ഒരു ഡൈവേർജൻസ് ക്യാൻഡിലാണ്, ഇതൊരു ഡൈവേർജൻസ് ക്യാൻഡിലാണ്, ഇവിടെ രണ്ടെണ്ണം വന്നു ഡൈവേർജൻസ് ക്യാൻഡിൽ. അപ്പം നമ്മളൊരു സ്വിംഗ് ലോയിലുള്ള ഒരു ഡൈവേർജൻസ് ക്യാൻഡിൽ എടുത്താൽ വി ക്യാൻ സീ എ ലോട്ട് ഓഫ് തിങ്സ്. ഇത് നമ്മളൊന്ന് മാർക്ക് ചെയ്യുക. കണ്ടില്ലേ? അപ്പോൾ ഈ ഡൈവേർജൻസ് ക്യാൻഡിലിൻ്റെ ഈ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ സെല്ലിൽ പോകും. ഇതിൻ്റെ മുകളിൽ ഒരു ക്യാൻഡിൽ സ്ട്രോങ് ആയിട്ട് ക്ലോസ് ചെയ്യുവാണെങ്കിൽ വി വിൽ ടേക്ക് എ ലോങ് പൊസിഷൻ. ഇതാണ് നമ്മുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി, ഡൈവേർജൻസ് സ്ട്രാറ്റജിയുടെ പ്രധാനപ്പെട്ട ഒരെണ്ണം. പക്ഷേ അതിന് ഒരുപാട് പ്രീ കണ്ടീഷൻസ് വേറെ ഉണ്ട്. അത് വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള സ്റ്റഡിയാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സ്ഥലത്ത് പോയിട്ട് നമ്മൾ എന്താവും, ബ്ലോക്കാവും. ഓക്കെ, അപ്പം ഡെൽറ്റ ഡൈവേർജൻസ് ഉണ്ട്, കുമുലേറ്റീവ് ഡെൽറ്റ ഡൈവേർജൻസ് ഉണ്ട്. ഈ കുമുലേറ്റീവ് ഡെൽറ്റ ഡൈവേർജൻസ് തന്നെ പ്രീസെറ്റ് ഓപ്ഷൻ ഉണ്ട്. പ്രീസെറ്റ് ഓപ്ഷൻ ഇതിൻ്റെ മോർണിംഗ് ക്യാൻഡിൽ എടുക്കാം. ഈ മോർണിംഗ് ക്യാൻഡിലിൽ നമുക്ക് പ്രീസെറ്റ് ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഫസ്റ്റ് ക്യാൻഡിൽ. ഈ കുമുലേറ്റീവ് ഡെൽറ്റ ഡൈവേർജൻസിൻ്റെ ഈ പാനലിൽ ഇവിടെ ഒരു 0 പോയിന്റ് ഉണ്ട്. അപ്പം എവറി ഡേ ഈ കുമുലേറ്റീവ് ഡെൽറ്റയെ 0 ആയിട്ട് റീസെറ്റ് ചെയ്യും ഡേ ക്യാൻഡിലായപ്പോൾ. കാരണം നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഡേ ആണ്, റൈറ്റ്? അപ്പം ഇതിൻ്റെ 0 പോയിന്റിൽ നിന്ന് താഴേക്കാണ് പോകുന്നതെങ്കിൽ ദ മാർക്കറ്റ് ഈസ് വെരി വെരി വീക്ക്. അപ്പോൾ ഈ ക്യാൻഡിൽ വന്നപ്പോൾ ഡെൽറ്റ ഡൈവേർജൻസ് താഴെ ക്ലോസ് ചെയ്തു. അതിനുശേഷം ഈ ഓപ്ഷൻ എന്ത് ചെയ്തു, 60 ഈ 60 ആയിരുന്നു പിന്നെ ഹൈ. ഈ പർട്ടിക്കുലർ 64 വെരി ക്രൂഷ്യലാണ്. ഈ 64 പിന്നെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടുഡേയ്സ് ഹൈ, ഓപ്പൺ ഹൈ ലോ ക്ലോസ്, ആ പോളിസി വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് റീ എൻറ്റർ ചെയ്താൽ നമുക്ക് ക്വിക്കായിട്ട് കുറച്ച് ഗെയിൻ കിട്ടും. ഓക്കെ, തൽക്കാലം നിങ്ങളിപ്പോൾ ഇത് സ്റ്റഡി ചെയ്യുമ്പോൾ ഈ ഫുട് പ്രിൻറ്റ് ചാർട്ട് ഇടണമെന്നില്ല, നിങ്ങൾക്ക് സാറിനുള്ള ക്യാൻഡിസ്റ്റിക് ഇട്ടാലും മതി. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊരു ഐഡിയ കിട്ടും. ഓൾറൈറ്റ്, സോ ഇതിൻ്റെ ഹൈ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബൈ ചെയ്താൽ നമുക്ക് വീണ്ടും ക്വിക്കായിട്ടൊരു പ്രോഫിറ്റ് കിട്ടും. സി ദിസ് ക്യാൻഡിൽ ക്ലോസ്ഡ് അബവ്, ക്വിക്ക്ലി ബൈ 70 അവിടെ പോയി 8 പോയിന്റ്സ് നിങ്ങൾക്ക് സ്കാൽപ്പിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. അത് സാധാരണയുള്ള ട്രേഡിംഗ് വ്യൂവിലൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന രീതികളൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് ഇവിടെ എത്തുമെന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുള്ളൂ? ഡെൽറ്റ ഡൈവേർജൻസ് സ്ട്രാറ്റജി കൊണ്ട് ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി. നമ്മുടെ ട്യൂട്ടോറിയൽസ് എപ്പോഴും ഓപ്പൺ ആണ്. ഡെൽറ്റ ഡൈവേർജൻസ് സ്ട്രാറ്റജി, നിങ്ങൾക്ക് ഡെൽറ്റ ഡൈവേർജൻസിൻ്റെ ധാരാളം ട്യൂട്ടോറിയൽസ് കാണാൻ സാധിക്കും. ഇനി നമുക്ക് സ്റ്റഡി ചെയ്യേണ്ടത് ഇതിൻ്റെ 0 പോയിന്റ് കട്ട് ചെയ്ത് താഴെ പോയി ഈ ലെവലിൽ നിന്ന് 64 ഇത് എവിടം വരെ പോയില്ലോ, 44 വരെ പോയി. ഓൾമോസ്റ്റ് 30% 35% ഡിക്ലൈനാണ്. വേറൊരു ഓപ്ഷൻ എടുത്താലും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് 0 പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കുമുലേറ്റീവ് ഡെൽറ്റ ഈസ് ടോട്ടലി റെഡ്. നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറേ ലെവൽസൊക്കെ ഞാൻ ഡ്രോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കുമുലേറ്റീവ് ഡെൽറ്റ എന്ന് പറയുന്നത് ഇത് BTC $, ബിറ്റ്കോയിൻ, ഇത് കുമുലേറ്റീവ് ഡെൽറ്റ ലാസ്റ്റ് കോഡ്. കുമുലേറ്റീവ് ഡെൽറ്റയിൽ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഇത് എവിടെയാണ് 0 ബ്രേക്ക് ചെയ്തതെന്ന് നോക്കൂ. ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ. ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ എത്രയായിരുന്നു റേറ്റ്? 1,10,800. വിതിൻ ദിസ് 2 minutes ആണ്. വിതിൻ 10 minutes എത്രയായി? 1,11,500. $700 ആണ് ഇൻക്രീസ് ചെയ്തത് ഇവിടുന്ന്. ഓൾറൈറ്റ്, അപ്പം അതേപോലെ നമുക്ക് വളരെ രസകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്നും പഠിക്കാനുണ്ട്. ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ തന്നെ ഇവിടെ 0യിൽ നിന്ന് കട്ട് ചെയ്ത് താഴെ പോയി. ഓക്കെ, സോ 1,10,435. ഫ്രം ദെയർ 1,10,225. 10 minutes കൊണ്ട് 200 പോയിന്റ് ഡിക്ലൈൻ ചെയ്തു. ഇത് തന്നെ നമുക്ക് എല്ലായിടത്തും യൂസ് ചെയ്യാൻ സാധിക്കും. Okay, now come to our study point. Now this option is trading above 74.
ഈ പർട്ടിക്കുലർ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഈ 0 പോയിന്റ് ബ്രേക്ക് ചെയ്ത ലെവലുണ്ട്, ക്യാൻഡിലുണ്ട്. ഈ ക്യാൻഡിലാണ്. ഈ ക്യാൻഡിലിൻ്റെ ഹൈ കട്ട് ചെയ്യുമ്പോഴും നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് സംതിങ് ഔട്ട് ഓഫ് ഇറ്റ്. അതും ഒരു ബ്രേക്ക് പോയിന്റ് ആയിരിക്കും. അത് റിവേഴ്സിൽ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് ആ പോയിന്റ്. ഇതല്ലേ അതിൻ്റെ ഹൈ. നമുക്ക് നോക്കാം 60 ബ്രേക്ക് ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു ഇത് ബിഹേവ് ചെയ്തതെന്ന് നോക്കാം. ഇവിടെ 60 നിയർ വന്നിട്ട് വീണ്ടും താഴെ പോയി. ആൻഡ് ഈ ക്യാൻഡിലാണ് 60 ബ്രേക്ക് ചെയ്തത് വിത്ത് സോളിഡ് ഡേറ്റ. ഡെൽറ്റ സൂപ്പർ, കോട്ടച്ച്, കോട്ടൽ, മാക്സ് ഡെൽറ്റ, മിൻ ഡെൽറ്റ എല്ലാം സൂപ്പറാണ്. കുമുലേറ്റീവ് ഡെൽറ്റ ജസ്റ്റ് വളരെയേറെ റെഡ്യൂസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇവിടെ 62-ൽ നിന്ന് ക്വിക്കലി 1 മിനിറ്റാണ്, 1, 2, 3 മിനിറ്റ്. 3 മിനിറ്റിൽ 62-ൽ നിന്ന് എവിടെ പോയത്? 70, 80 പോയി. 16 പോയിന്റ്സ് ആണ് 2 മിനിറ്റ്സ് കൊണ്ട് ഇൻക്രീസ് ചെയ്തത്. ഓൾറൈറ്റ്, ഓപ്ഷൻസ് ഒക്കെ സാറിന് നമ്മുടെ ട്രേഡിംഗ് സ്ട്രാറ്റജിയിൽ 1 മിനിറ്റ് മതിയാവും. ഓക്കെ, അതിനൊക്കെ കുറേ പ്രീ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ആൻഡ് ഇവിടെ ഒരു ഡെൽറ്റ ഡൈവേർജൻസ് ക്യാൻഡിൽ വന്നായിരുന്നു. അപ്പോൾ അതൊന്നും 1 മിനിറ്റ് നമ്മൾ എടുക്കാറില്ല. 1 മിനിറ്റിന് ഡെൽറ്റ ഡൈവേർജൻസ് എടുത്ത് ട്രേഡ് ചെയ്യരുത്. വളരെ നന്നായിട്ട് ഡെപ്തായിട്ട് പഠിച്ച് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ട്രേഡ് ചെയ്യാവുള്ളൂ. നമ്മുടെ ട്യൂട്ടോറിയൽസിലെല്ലാം തന്നെ ബാക്ക് ടെസ്റ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ആണ് പഠിപ്പിക്കുന്നത്. ബട്ട് അത് സ്റ്റഡി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ മേക്ക് യു എ പ്രൊഫഷണൽ ട്രേഡർ. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ ഡെൽറ്റ ഡൈവേർജൻസ് പഠിച്ചു. അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് വീണ്ടും വരാം. അപ്പോഴും നമുക്ക് ഡെൽറ്റ ഡൈവേർജൻസിനെ കുറിച്ചൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്തു. ഇനി നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഒരു പർട്ടിക്കുലർ ഓപ്ഷനിലോ അല്ലെങ്കിൽ ഏതൊരു സ്ക്രിപ്റ്റ് ട്രേഡ് ചെയ്താലും, ഇനിയിപ്പം നിങ്ങൾ റിലയൻസ് എടുത്താലും, റിലയൻസ് ഇൻഡസ്ട്രി ഒരു സ്റ്റോക്ക് എടുക്കുകയാണ്, റിലയൻസ് ഇൻഡസ്ട്രീസ്. ഈ റിലയൻസ് ഇൻഡസ്ട്രീസ് എടുത്താലും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സി, റെഡ് ക്യാൻഡിൽ വിത്ത് ഹ്യൂജ് വോളിയം. ബട്ട് നോക്കൂ, ഡെൽറ്റ എല്ലാം സൂപ്പർ ഗ്രീനാണ്. ഇവിടുന്ന് നമ്മൾ ബൈ ചെയ്താൽ എന്ത് സംഭവിക്കും? ഹ്യൂജ് ലോസ് സംഭവിക്കും. 1 മിനിറ്റിലൊന്നും നമ്മൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യത്തില്ല. വി ക്യാൻ ചേഞ്ച് ഇറ്റ് ടു 5 മിനിറ്റ്സ് മിനിമം. 5 മിനിറ്റ്സ് നിങ്ങൾ ഇത് ചേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ 2 ഡെൽറ്റ ഡൈവേർജൻസ് ക്യാൻഡിൽ വരും. അപ്പോൾ നമ്മുടെ ഡെൽറ്റ ഡൈവേർജൻസ് റൂൾ വെച്ചിട്ട് നമുക്ക് അവിടെ ഒരു ബൈ എടുക്കാൻ സാധിക്കും. നോക്കാം. അപ്പോൾ ഈ 2 ക്യാൻഡിലിൻ്റെ ലോയും ഹൈയും ഞാൻ മാർക്ക് ചെയ്തു. ഈ ക്യാൻഡിൽ അവിടെ ബ്രേക്ക് ഔട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ മേടിച്ച 1.1463 ഇറ്റ് ഹാസ് ഗോൺ അപ് ടു 1473. 10 പോയിന്റ്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടി. അപ്പോൾ നമ്മൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ തന്നെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്യണം. ആ ട്രെൻഡിങ് ക്യാൻഡിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാനലിലൊരു ട്യൂട്ടോറിയൽസ് ഉണ്ട്. അതൊന്ന് വാച്ച് ചെയ്യൂ, നിങ്ങൾക്ക് കുറേയേറെ ഇൻഫർമേഷൻസ് കിട്ടും. അപ്പം ഈ ട്രെൻഡിങ് ക്യാൻഡിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ പർട്ടിക്കുലർ 3 റെഡ് ക്യാൻഡിൽസിൽ ഈ 3 ക്യാൻഡിൽസ് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇറ്റ് നെവർ ഗോസ് ഡൗൺ. ഇത് ട്രെൻഡിങ് റെഡ് ക്യാൻഡിൽസ് അല്ല. എന്നാൽ ഈ ഗ്രീൻ ക്യാൻഡിൽ ട്രെൻഡിങ് ക്യാൻഡിലാണ്, ഇതൊരു ട്രെൻഡിങ് ക്യാൻഡിലാണ്, ഇതൊരു ട്രെൻഡിങ് ക്യാൻഡിലാണ്, ഇതല്ല, ഇതൊരു ട്രെൻഡിങ് ക്യാൻഡിലാണ്. അപ്പോൾ ആ ട്രെൻഡ് അപ്പിലേക്കാണത് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് വോളിയം ഡെൽറ്റയൊക്കെ വെച്ചിട്ട് നിങ്ങളിവിടെ ഫസ്റ്റ് എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഫർഗെറ്റ് അബൌട്ട് എവറിത്തിങ്. സ്റ്റോപ്പ് ലോസ് ആൻഡ് ടാർഗറ്റിനെ കുറിച്ച് മാത്രം നോക്കൂ. ഈ ടാർഗറ്റ് ഇത് ഇവിടം വരെ കയറുള്ളൂ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രീവിയസ് ഡേ ലെവൽസ് ഒക്കെ ആവശ്യമാണ്. ഇപ്പം ഇതുപോലെ പ്രീവിയസ് ഡേ ലെവൽസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ കറക്റ്റായിട്ട് അറിയാൻ സാധിക്കത്തുള്ളൂ. 25th ഓഗസ്റ്റ് IS 12th ഒക്ടോബർ ഡേ ഡൈവേർജൻസ്, ലോവർ ലിമിറ്റ്. അപ്പോൾ ഈ ലെവൽസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലെവൽസ് ഒക്കെ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ ഇതൊരു ബ്രേക്ക് ഔട്ടാണ്, ഇതൊരു ബ്രേക്ക് ഔട്ട് അല്ല, ഇതൊരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിലാണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ നമ്മുടെ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നതായിട്ട് കാണും. വോളിയം മാത്രം നോക്കിയാൽ മതി. 56ൽ നിന്ന് 343 ആയി. അവിടുന്ന് ഒരൊറ്റക്കായിട്ടാണ് കയറി 110, 755 നിന്ന്. ഇത് വോളിയം പ്രൊഫൈലാണ്. വോളിയം പ്രൊഫൈലിലേക്കാണ് നമ്മൾ ഇനി വരുന്നത്. അപ്പോൾ ഈ ഗോ ചാർട്ടിങ്ങിൽ വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്ന ആകെ 3 വോളിയം പ്രൊഫൈൽ നമുക്ക് പ്രീസെറ്റ് ചെയ്യാം. ഇതിൽ ഒന്നെന്ന് പറയുന്ന ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈലാണ്. അത് ട്രേഡിംഗ് വ്യൂവിനും ഉണ്ട്. ഇറ്റ് ഈസ് എ ഫ്രീ ഇൻഡിക്കേറ്റർ.
അത് നിങ്ങൾക്ക് ഡ്രോയിങ്സിൽ നിന്ന് കിട്ടും. ട്രേഡിംഗ് വ്യൂവിലാണെങ്കിൽ ഡ്രോയിങ്സിൽ പോയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിപ്പോൾ ഒരു ഗോ ചാർട്ടിങ്ങിൽ ഇത് ഓളിയം ഫിക്സഡ് റേഞ്ച് ഓളിയം പ്രൊഫൈൽ, ഈ ഓളിയം പ്രൊഫൈൽ ഇട്ട് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇപ്പോൾ ഇവിടം വരെ മാത്രമുള്ള ഓളിയം പ്രൊഫൈൽ വേണമെങ്കിൽ ഇതിൻ്റെ ബിഗിനിങ് പോർഷനിൽ ക്ലിക്ക് ചെയ്യുക, എൻഡ് പോർഷനിൽ കൊണ്ടുവന്നിട്ട് വീണ്ടും ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്കൊരു ഓളിയം പ്രൊഫൈൽ കിട്ടും. ഈ ഓളിയം പ്രൊഫൈൽ എന്ന് പറയുന്നത് ഫിക്സഡ് റേഞ്ച് ഓളിയം പ്രൊഫൈലാണ്. ഇറ്റ് ഈസ് എ ഫ്രീ ടൂൾ ഇൻ ട്രേഡിംഗ് വ്യൂ. ട്രേഡിംഗ് വ്യൂവിൽ പോയിട്ട് നിങ്ങൾക്ക് ഒറിജിനൽ ഈക്വലൻ്റ് ആയിട്ടുള്ള പെയ്ഡ് സബ്സ്ക്രിപ്ഷനുള്ള ഓളിയം പ്രൊഫൈൽ വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറേ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ആ ഇൻഡിക്കേറ്റേഴ്സിൽ നിങ്ങൾ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. 1-2 ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ഈക്വലൻ്റ് ടു ഓളിയം പ്രൊഫൈലാണ് ഒറിജിനൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഈ ഓളിയം പ്രൊഫൈലിന് 3 ഏരിയാസ് ഉണ്ട്. നമുക്ക് നോക്കാം. ഈ പർട്ടിക്കുലർ ഗ്രീൻ കളർഡ് പോർഷനാണ് വാല്യൂ ഏരിയ ഹൈ എന്ന് പറയുന്നത്. ഈ ബ്ലൂ പോർഷൻ്റെ മുകളിലുള്ള ഈ ലൈനാണ് വാല്യൂ ഏരിയ ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാല്യൂ ഏരിയ ലോ എപ്പോഴും ഒരു സ്വിംഗ് ലോ ആയിട്ടും എടുക്കാം. വാല്യൂ ഏരിയ ഹൈ എന്ന് പറയുന്നത് ഒരു സ്വിംഗ് ഹൈ ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ വാല്യൂ ഏരിയ ലോയിൽ നിന്നും ഈ വാല്യൂ ഏരിയ ഹൈ കട്ട് ചെയ്ത ക്യാൻഡിൽ ഇത് ബ്രേക്ക് ഔട്ട് ക്യാൻഡിലാണോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ട്രേഡ് എടുക്കേണ്ടത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിവിടം വരെ വന്ന് ജസ്റ്റ് ടച്ച് ചെയ്യും, ഇറ്റ് വിൽ ഡിക്ലൈൻ ഷാർപ്ലി. അപ്പോൾ ഈ വാല്യൂ ഏരിയ ഹൈ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ബ്രേക്ക് ഔട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് 1,10,450 മേടിച്ചിരുന്നെങ്കിൽ ഇറ്റ് ഹാസ് ഗോൺ അപ് ടു 1,11,483. അത് ഒറിജിനൽ വോളിയം പ്രൊഫൈലിൻ്റെ വാല്യൂ ഏരിയ ഹൈയിലെത്തി. സി, ഇതാണ് ഒറിജിനൽ വോളിയം പ്രൊഫൈൽ, സെഷൻ വോളിയം പ്രൊഫൈൽ. അതിൻ്റെ എക്സാക്റ്റ് വാല്യൂ ഏരിയ ഹൈയിൽ വന്ന് ടച്ച് ചെയ്തു, ഇവിടെയും ടച്ച് ചെയ്തു, താഴെ പോയി. ഇത് ട്രേഡിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ജസ്റ്റ് ടച്ച് ചെയ്തു എന്നുള്ളത് നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ എക്സാക്ട്ലി ടച്ച് ചെയ്തു. പക്ഷേ ഇത് ലൈവിൽ വരുമ്പോൾ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഈ വാല്യൂ ഏരിയ ഹൈയും ലോയും പോയിന്റ് ഓഫ് കൺട്രോളും എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും, ഷിഫ്റ്റ് ചെയ്യും ഈ വോളിയം പ്രൊഫൈൽ. അപ്പം നമ്മൾ ഈ ഡയറക്ഷണൽ ഇൻഡിക്കേറ്റേഴ്സ്, ദാറ്റ് മീൻസ് പ്രൈസ് മൂവ്മെൻ്റ് വെച്ചിട്ട് ഈ ഇൻഡിക്കേറ്റേഴ്സ് ചേഞ്ച് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സിൻ്റെ പുറകെ നമ്മൾ റൺ ചെയ്യുന്നത് വളരെ വളരെ കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യേണ്ടതാണ്. ഡയറക്ഷണൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ഇതൊക്കെ EMA ആണ്. ഇത് എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് 200 EMA ആണ്. ഇത് വെച്ചിട്ട് നമ്മളൊരു സ്ട്രാറ്റജി ഇവിടെ ചെയ്യുന്നില്ല. ജസ്റ്റ് ആ മാർക്കറ്റിൻ്റെ ബയാസ് എങ്ങോട്ടാണെന്ന് അറിയാൻ വേണ്ടി മാത്രമായിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ബട്ട് VWAP വി ആർ യൂസിങ് ആസ് ആൻ ഇൻഡിക്കേറ്റർ. ഇറ്റ്സ് എ വെരി ഗുഡ് ഇൻഡിക്കേറ്റർ. VWAP ബ്രേക്ക്ഔട്ട് സി നോക്കൂ, ഇവിടെ ഹൈ വാല്യൂ ഏരിയയിൽ പോയിട്ട് എക്സാക്ട്ലി ഇറ്റ് കെയിം ടു ദി VWAP ലെവൽ ആൻഡ് ട്രൈയിങ് ടു ഗോ അപ്പ്. ഇത് ലൈവാണ്, കണ്ടില്ലേ? പക്ഷേ നമ്മുടെ മേജർ റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ ഡൈവേർജൻസ് ലെവലായിരുന്നു. ഈ ലെവല് ഇവിടെ വന്നിട്ട് ബ്രേക്ക്ഔട്ട് ചെയ്തു, നമ്മൾ മാറ്റി. ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ ബ്രേക്ക്ഔട്ട് ചെയ്തു വിത്ത് ഹ്യൂജ് വോളിയം ആൻഡ് ഓൾ. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ശരിക്കും ഒരു ബ്രേക്ക്ഔട്ട് എൻട്രി എടുക്കുന്നത്. ദിസ് ഇസ് എ ബ്രേക്ക്ഔട്ട് എൻട്രി. ബ്രേക്ക്ഔട്ട് എൻട്രി നിങ്ങൾ ഉറപ്പ് പറയാൻ പറ്റില്ല ഇത് കയറിപ്പോകുമെന്നുള്ളത്. പക്ഷെ നമ്മളെപ്പോഴും എൻട്രി എടുക്കുന്ന എവിടെയാണ്? ലോവർ ഏരിയയിലാണ്. താഴെ മേടിക്കുന്നു, മുകളിൽ വിൽക്കുന്നു, മുകളിൽ ഷോർട്ട് ചെയ്യുന്നു, താഴെ വന്നിട്ട് കവർ ചെയ്യുന്നു. ദിസ് ഈസ് ദ ട്രേഡിംഗ് സ്ട്രാറ്റജി. ഈ സ്ട്രാറ്റജിക്ക് മാത്രമേ നിങ്ങൾക്ക് ഗെയിൻ ഉണ്ടാക്കത്തുള്ളൂ. അല്ല, നിങ്ങളൊരു എക്സൈറ്റ്മെൻറ്റിൽ ഇവിടെ എൻ്റർ ചെയ്താൽ സംടൈംസ് സാധാരണ കാൻഡിൽസ്റ്റിക്ക് വെച്ചിട്ടാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ യു വിൽ ഇൻകർ ഹ്യൂജ് ലോസ്. കാരണം ഫേക്ക് ബ്രേക്ക്ഔട്ട്സ് ഉണ്ടാകും. ഈ ഫേക്ക് ബ്രേക്ക്ഔട്ട്സിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും? ഈ ബാർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയും ഈ ഡൈവേർജൻസ് കാൻഡിൽസും നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിം എടുത്താൽ നിങ്ങൾക്ക് ലോ വാല്യൂ ഏരിയയിൽ വന്നിട്ട്, ഇത് ലോ വാല്യൂ ഏരിയ ആണ്, പോയിന്റ് ഓഫ് കൺട്രോളിന് താഴെ ആണ് ഇത് ട്രേഡ് ചെയ്യുക. ലോ വാല്യൂ ഏരിയ സി നോക്കൂ, ദിസ് ബ്ലാക്ക് ഏരിയ കണ്ടില്ലേ? ഇവിടെ ഈ പർട്ടിക്കുലർ ഏരിയയിൽ നിന്നാണ് നമ്മൾ എപ്പോഴും ബൈ ചെയ്യുന്നത്. ഈ പർട്ടിക്കുലർ ഏരിയയിൽ നിന്നാണ് ബൈ ചെയ്യേണ്ടത്. ഇവിടെ ലോ വാല്യൂ ഏരിയ കട്ട് ചെയ്ത് താഴെ പോയി മുകളിൽ ക്ലോസ് ചെയ്തു.
ക്ലോസ് ചെയ്യുന്ന ക്യാൻഡിലിൻ്റെ പോയിന്റ് വെച്ചിട്ട് ഈ ഏരിയയിൽ നമ്മൾ ബൈ ചെയ്യുന്നു, ഈ ഏരിയയിൽ സെൽ ചെയ്യുന്നു. അല്ല, ഇൻ ബിറ്റ്വീൻ നിങ്ങൾ വാങ്ങിയാൽ സംടൈംസ് കൺസോൾട്ടേഷനിൽ നിങ്ങൾക്ക് ഹ്യൂജ് ലോസ് ഉണ്ടാകും. ഇവിടെ നമുക്ക് ലോസ് ഉണ്ടാകില്ല. ദിസ് ഈസ് ദ ക്യാൻഡിൽ വെയർ വി ഹാവ് ടു എൻ്റർ. അത് മാത്രമേ കംപ്ലീറ്റ് കണ്ടീഷൻസ് അവിടെ സാറ്റിസ്ഫൈ ചെയ്തു. നോക്കൂ, ഇൻക്രീസ്ഡ് വോളിയം, ഡെൽറ്റ ഗ്രീൻ, ഹ്യൂജ് റെഡ് ഡെൽറ്റ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ക്യാൻഡിൽ ഗ്രീൻ ആവുന്നത്. കോട്ട് എച്ച് വളരെയേറെ റെഡ്യൂസ് ചെയ്തു. കോട്ടൽ ഈസ് ഗുഡ് ആൻഡ് ദിസ് ഈസ് ഓൾസോ ഗുഡ്, കുമുലേറ്റീവ് ഡെൽറ്റ. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടി പ്രീ കണ്ടീഷൻസും എല്ലാം കൂടി വെച്ചിട്ടാണ് നമ്മളൊരു ട്രേഡ് എടുക്കുന്നത്. അപ്പം നമ്മൾ എൻ്റർ ചെയ്തേക്കുന്നത് എവിടെയാണ്? 1,07,860 ആൻഡ് ദിസ് ഈസ് ദ സ്റ്റോപ്പ് ലോസ് 510, 200 പോയിന്റ്. നിങ്ങൾക്കൊരു 1000 പോയിന്റ്സ് ഈസി ആയിട്ട് കിട്ടും. കണ്ടില്ലേ, 1000 പോയിന്റ്സ് കിട്ടും. അപ്പം അടുത്തത് നമ്മൾ സ്റ്റഡി ചെയ്യുന്ന വോളിയം പ്രൊഫൈലാണ്. ആ വോളിയം പ്രൊഫൈല് നമ്മുടെ ഓപ്ഷൻസിൽ, ഐ മീൻ ഗോ ചാർട്ടിങ്ങിൽ ഏതൊക്കെ തരത്തിലുള്ള ഓപ്ഷൻ വോളിയം പ്രൊഫൈൽസ് ഉണ്ട് കേട്ടില്ല. പുട്ട് ഓപ്ഷൻ എവിടം വരെ കയറി? 137 ആവും. നമുക്ക് എവിടെയാണ് ബൈ കിട്ടിയത്? അറൗണ്ട് ഇവിടെയാണ് ബൈ കിട്ടിയത്, ഈ ക്യാൻഡിലാണ്. നമ്മുടെ ബൈ വന്നിരിക്കുന്നത് 199. ഓൾറൈറ്റ്, 99 ബൈ ചെയ്തു. ഏകദേശം 122 ലെവലിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. 200 EMA ലെവലിൽ എക്സിറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഈ വോളിയം പ്രൊഫൈൽ ഏതൊക്കെയാണ് ഇതിനകത്തുള്ളതെന്ന് നമുക്ക് സ്റ്റഡി ചെയ്യാം. അപ്പം നമുക്ക് ഇത് എടുത്തിട്ട് ഗോ ടു FX സ്റ്റഡി. FX സ്റ്റഡി പോയിട്ട് വോളിയം പ്രൊഫൈലിന് സെർച്ച് ചെയ്യാം. അപ്പോൾ വോളിയം പ്രൊഫൈൽ ഇട്ടു. വോളിയം പ്രൊഫൈൽ ഗോ ചാർട്ടിങ്ങിൽ ഇടുമ്പോൾ ഇത് ഡീഫോൾട്ടിൽ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. അപ്പോൾ ഈ വോളിയം പ്രൊഫൈൽ, ഈ ഡീഫോൾട്ട് വോളിയം പ്രൊഫൈലിനെയാണ് നമ്മൾ വിസിബിൾ റേഞ്ച് വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്നത്. കാരണം ഈ വോളിയം പ്രൊഫൈല് പ്രൈസ് മൂവ്മെൻ്റ് അനുസരിച്ച് ചേഞ്ച് ചെയ്യും. പ്ലസ് ഈ വിസിബിൾ വോളിയം പ്രൊഫൈല് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ എത്രമാത്രം, ഇപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ വോളിയം POC വന്നിരിക്കുന്നത്. ഏത് ലെവലിൽ? 149. ഈ 149 അത് ഇവിടം മുതൽ, ഇതിൻ്റെ സ്റ്റാർട്ട് ഓഫ് ദിസ്, ഈ സ്ക്രീനിൻ്റെ ബിഗിനിങ് മുതൽ ഇവിടം വരെയുള്ള വോളിയം പ്രൊഫൈലിൻ്റെ POC ആണ് ഈ കാണിക്കുന്നത്. ഓൾറൈറ്റ്, ഇതിൻ്റെ ലോ വാല്യൂ ഏരിയയും കട്ട് ചെയ്ത് ഇത് താഴേക്ക് പോവുകയാണ്, ഒരു പുതിയൊരു പ്രൊഫൈലിൻ്റെ ക്രിയേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഫസ്റ്റ് പ്രൊഫൈലിൻ്റെ വോളിയം POC ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ലോ വാല്യൂ ഏരിയയും ഷിഫ്റ്റ് ചെയ്യും. ഇതൊരു ഡയറക്ഷണൽ ഇൻഡിക്കേറ്ററാണ് വോളിയം പ്രൊഫൈൽ. നമ്മൾ വോളിയം പ്രൊഫൈൽ മാത്രം വെച്ചിട്ട് ഒരിക്കലും ട്രേഡ് ചെയ്യരുത്. ഇത് വെച്ചിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് വേറെ കുറേ പ്രീ കണ്ടീഷൻസും കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. ആ പ്രീ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നെവർ ട്രേഡ് വിത്ത് വോളിയം പ്രൊഫൈൽ. ഇപ്പോൾ ലോ വാല്യൂ ഏരിയയിൽ ബൈ ചെയ്യാം, ബ്രേക്ക് ഔട്ട് ട്രേഡ് എടുക്കാം. അങ്ങനെയുണ്ടെങ്കിൽ ഈ ബ്രേക്ക് ഔട്ട് ട്രേഡൊക്കെ നിങ്ങൾക്ക് ലോസ് വരും. ഇത് ഇവിടെ വന്നിട്ട് ഇവിടെ വെച്ചിട്ട് മേടിച്ചു, 125 മേടിച്ചു, 130 വരെ കയറി, ഇറ്റ് ഹാസ് ഗോൺ ഡൗൺ ടു 108. അപ്പം അതിനൊക്കെ കുറേ കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് വെച്ചിട്ട് മാത്രമേ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇപ്പം ഇവിടെ നോക്കൂ, ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൽ എല്ലാ കണ്ടീഷൻസും ഓക്കെ ആയി, ബട്ട് ഇറ്റ് ഫെയിൽഡ്. ദിസ് ക്യാൻഡിൽ ഫെയിൽഡ്, ഇറ്റ്സ് ഗോൺ ഡൗൺ. ദിസ് എ റെഡ് ക്യാൻഡിൽ, വോളിയം സ്പൈക്ക് ആയിട്ട്. അപ്പോൾ ഇത് വോളിയം പ്രൊഫൈൽ ഡീഫോൾട്ട് വരുന്ന ലെഫ്റ്റ് സൈഡിലാണ്. ഇതിനെയാണ് നമ്മൾ വിസിബിൾ റേഞ്ച് വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടുന്ന് ഇവിടം വരെയുള്ള വോളിയം പ്രൊഫൈൽ POC ആണ് ഈ കാണുന്നത്. നമ്മൾ ഇതിനകത്ത് കൂടുതൽ ക്യാൻഡിൽസ് വന്നു കഴിഞ്ഞാൽ ഈ വോളിയം POC മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇവിടുന്ന് ഇവിടം വരെയായി. ഇനി വീണ്ടും നമ്മൾ എൻ്റർ ചെയ്യുവാണെങ്കിൽ വോളിയം POC ഹാസ് ഗോൺ അപ് ടു ഹിയർ. അപ്പോൾ ഇതിനെയാണ് വിസിബിൾ റേഞ്ച് വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്നത്. ട്രേഡിംഗ് വ്യൂവിലും ഉണ്ട്. അത് കൂടാണ്ട് ഇത് നമുക്ക് ലെഫ്റ്റ് റൈറ്റ് എവിടെ വേണോ നിങ്ങൾക്ക് അവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ വിസിബിൾ റേഞ്ച് വോളിയം പ്രൊഫൈലിന് മാത്രമായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്താൽ നമുക്ക് ഈ ഓഫ് കോഴ്സ് ഇത് സ്കാൽപ്പിങ്ങിന് വേണ്ടി നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം.
ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇവിടുന്ന് ഇതൊരു ലോയിൽ പോയേക്കുന്നതാണ്. അപ്പം ഈ പർട്ടിക്കുലർ പോയിന്റിൽ ഇവിടുന്ന് ഒരു എൻട്രി നിങ്ങൾക്ക് വേണം. POC, വോളിയം POC താഴെ വന്നു, പോയിന്റ് ഓഫ് കൺട്രോൾ. അപ്പം വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമുള്ള കാൻഡിൽസിൻ്റെ മാത്രം സ്ക്രീനിലെടുത്താൽ നിങ്ങൾക്ക് POC കാണാൻ സാധിക്കും. അതാണ് ഈ വിസിബിൾ റേഞ്ച് POC ആണ്. സ്കാൽപ്പിങ്ങിനും ഇൻട്രാഡേ ട്രേഡിനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്താണെന്ന് പഠിച്ചാൽ മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് മാത്രം കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനും പോലും. വോളിയം പ്രൊഫൈൽ ഈസ് ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ദ ടൂൾ, നമ്പർ 1 ടൂൾ ഇൻ ദ വേൾഡ്. ടെക്നിക്കൽ അനാലിസിസിൽ ഏറ്റവും ബെസ്റ്റ് ടൂളാണിത്. ഇത് വെച്ചിട്ടാണ് ട്രേഡ് ചെയ്യേണ്ടത്. ബിക്കോസ് വോളിയം ഈസ് ദ കീ ഫാക്ടർ ഇൻ എവറി മാർക്കറ്റ്. അപ്പോൾ വോളിയം സ്റ്റഡി നടത്താണ്ട് നിങ്ങൾ ഒരിക്കലും, കണ്ടില്ലേ താഴെ പോയാണ്ടില്ലേ. അപ്പോൾ ഇതിനൊക്കെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ടാണ് ട്രേഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടീസിൽ പോകാം. ഇതിൻ്റെ പ്രോപ്പർട്ടീസിൽ പോയിട്ട് എങ്ങനെയൊക്കെയാണ്, അപ്പോൾ ഡീഫോൾട്ട് ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് വോളിയം പ്രൊഫൈൽ ഒന്ന് ചേഞ്ച് ചെയ്യും. അതിൻ്റെ പ്രോപ്പർട്ടീസ്, വോളിയം പ്രൊഫൈലിൻ്റെ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഇതിൽ വരുമ്പോൾ നമുക്ക് വേണ്ടത് സെഷൻ വോളിയം പ്രൊഫൈലും കൂടി വേണം. അപ്പം സെഷൻ വോളിയം പ്രൊഫൈൽ, ഇത് വിസിബിൾ റേഞ്ച് വോളിയം പ്രൊഫൈൽ, അതിൻ്റെ യൂസ് ഞാൻ പഠിപ്പിച്ചു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സെഷൻ വോളിയം പ്രൊഫൈലാണ്. അപ്പോൾ അത് പറഞ്ഞണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസിൽ പോവുക. പ്രോപ്പർട്ടീസിൽ പോയിട്ട് ഷോ സെഷൻ അങ്ങ് ടിക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലൊരു വോളിയം പ്രൊഫൈൽ വരും. എന്നിട്ട് ഷോ മെയിൻ, ഇതിൻ്റെ സെറ്റിങ്സ് ട്രേഡിംഗ് വ്യൂവിലും ഇവിടെയും സെപ്പറേറ്റ് ആണ്. ഓക്കെ, ഷോ മെയിൻ അങ്ങ് ഡിസേബിൾ ചെയ്യുക. അപ്പോൾ ഇത് ഡിസേബിൾ ആകും. ഈ സെഷൻ വോളിയം പ്രൊഫൈലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ ഉപയോഗിക്കാം. ഈ ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ തന്നെ 2 തരത്തിലുള്ള ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈലുണ്ട്. ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ ടിക്കുണ്ട്. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇൻട്രാഡേ ട്രേഡ്. എങ്കിൽ മാത്രമേ നമുക്കൊരു പെർഫെക്റ്റ് ട്രേഡ് കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, ഇത് കോമ്പോസിറ്റ് പ്രൊഫൈൽ ടിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റിലും റൈറ്റിലും നിങ്ങൾക്ക് വോളിയം പ്രൊഫൈൽ കിട്ടും. അപ്പോൾ ആദ്യമൊക്കെ വോളിയം പ്രൊഫൈൽ വെച്ച് ട്രേഡ് ചെയ്യുമ്പോൾ വളരെയേറെ ബുദ്ധിമുട്ടായിരിക്കും. അത് പരിചയമില്ലാത്തതുകൊണ്ട് പലരും അവിടെ വെച്ചിട്ടൊക്കെയാണ് ഇതിനെ ഒഴിവാക്കുന്നത്. അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനും സാധിക്കത്തില്ല. വി മേ ഇൻകർ സം ലോസ്. അപ്പം മുഴുവൻ പഠിച്ചതിന് ശേഷം മാത്രം ട്രേഡ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഈ വോളിയം പ്രൊഫൈലിന് എക്സ്റ്റൻഡ് VP POC ലൈൻസ് ഉണ്ട്. അതെപ്പോഴും ടിക്കായിരിക്കണം. എക്സ്റ്റൻഡഡ് ലൈൻസ് ഉണ്ട്, അതും എപ്പോഴും ടിക്കായിരിക്കണം. ഓക്കെ, പിന്നീട് എന്താണ്, അപ്പോൾ ഇതൊക്കെ മതി, ഇത്രയും മതിയാവും. അതുപോലെ 70% എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് 50, 60, 75, 80 ഒക്കെ ആക്കാം. ദാറ്റ് ഡിപ്പെൻസ് അപ്പോൺ യു. ആ വോളിയം പ്രൊഫൈൽ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കും. ഓട്ടോ ബിൻ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ തിക്നെസ്സാണ്. ഈ മങ്കി ബാർസിൻ്റെ ഈ ബാറുകളിൽ ഈ ബാറിൻ്റെ തിക്നെസ്സാണ്. അതിൻ്റെ ബാറിൻ്റെ തിക്നെസ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ചെയ്യും. ഓട്ടോമാറ്റിക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തിക്നെസ് കൂടും. ഇത് ആകുമ്പോൾ കുറച്ചും കൂടി മൈക്രോ ആയിട്ട്, അതല്ല കുറച്ച് തിക്കായിട്ടുള്ള ഇതാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്കത് ഡിസേബിൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഹൈറ്റും വിഡ്ത്ത് മാറും ഇതിൻ്റെ വോളിയം പ്രൊഫൈലിൻ്റെ. അപ്പോൾ അതിൻ്റെ പ്രൈസ് റേഞ്ചും മാറും. 151 ആൻഡ് 143, 8 പോയിൻറ്റ്സ്. ഈ 8 പോയിൻറ്റ്സ് വേണ്ട നിങ്ങൾക്ക് ഒരു പോയിൻറ്റിൻ്റെ നിഫ്റ്റി ഓപ്ഷൻ്റെ വേരിയേഷൻ അറിയണമെങ്കിൽ ഈ 1 ഇവിടെ കൊടുത്താൽ മതി. അപ്പോൾ 1 വരും. ഇനി 5 പോയിൻറ്റിൻ്റെ വേരിയേഷനാണ് വേണ്ടതെങ്കിൽ 5 പോയിൻറ്റ് നിങ്ങൾക്ക് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഡിഫോൾട്ടിൽ 1 പോയിൻ്റാണ് ഇട്ടിരിക്കുന്നത്. കാരണം നമുക്ക് സ്കാൽപ്പിംഗ് ട്രേഡ് ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് വോളിയം പ്രൊഫൈൽ. ഈ വോളിയം പ്രൊഫൈലിൻ്റെ വാല്യൂ ഏരിയാസ് ആണ് ഈ ഗ്രീൻ കളറിൽ കിടക്കുന്നത്. അപ്പോൾ അത് തന്നെ ഇതിൻ്റെ പ്രോപ്പർട്ടീസിൽ പോയിട്ട് നിങ്ങൾക്കത് വേണ്ട, അത് കാണണ്ട, അത് വളരെ ബുദ്ധിമുട്ടാണ് ക്യാൻഡിൽസ് കാണേണ്ടതെങ്കിൽ നിങ്ങൾ ഇത് പോയിട്ട് ഈ ചാർട്ട് ടൈപ്പില്ലേ, ഈ ചാർട്ട് ടൈപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് സ്റ്റെപ്സ് എടുത്താൽ മതി. സ്റ്റെപ്പ് 2 ഉണ്ട് വോളിയം പ്രൊഫൈൽ. വോളിയം പ്രൊഫൈല്
അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്റ്റെപ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്ത് കിട്ടും. ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ ഇവിടെ ഒരു നേരിയ ഒരു വാട്ടർമാർക്ക് പോലൊരു വോളിയം പ്രൊഫൈലേ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് കുറച്ച് എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് പഴയത് തന്നെ നിങ്ങൾ ഇട്ടുകൊള്ളൂ ഓട്ടോമാറ്റിക്കലി. ഈ കാൻഡിൽ സ്റ്റിക്ക് സ്ഥിരം നോക്കി നോക്കി ആണ് ഈ പ്രോബ്ലംസ് വരുന്നത്. നമുക്കിതാണ് വേണ്ടത് ശരി. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർഡർ ഫ്ലോ ചാർട്ടിൽ കുറേയേറെ കാര്യങ്ങൾ ഇതിനകത്ത് പഠിച്ചിട്ടുണ്ട്. വോളിയം പ്രൊഫൈൽ അപ് ടു വോളിയം പ്രൊഫൈൽ റൈറ്റ് ഫ്രം സ്റ്റാർട്ട് ഓഫ് ദി ഡേ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഈ പർട്ടിക്കുലർ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോൺ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പോയിട്ട് ഫുട് പ്രിന്റ് ചാർട്ടിൻ്റെ പ്രോപ്പർട്ടീസിൽ പോയിട്ട് SR സോൺ ഉണ്ട്. SR സോൺ അങ്ങ് ഡിസേബിൾ ചെയ്താൽ മതി. ഷോ SR സോൺ, കണ്ടില്ല? ഇത് പോയി. ഇനി നിങ്ങൾക്ക് ഡൈവേർജൻസ് ഇവിടെ കാണണമെന്നുണ്ടെങ്കിൽ ഇത് വേണ്ട, നിങ്ങൾക്ക് അതിനും ഓപ്ഷൻസ് ഉണ്ട്. ഡെൽറ്റ ഡൈവേർജൻസ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് ലൈൻസ് ഇവിടെ വരും, കണ്ടില്ലേ? അപ്പോൾ ഈ ലൈൻസ് വരുമ്പോൾ ഇതിൻ്റെ ഹൈ ആൻഡ് ലോയും മനസ്സിലാക്കാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇത് ഡിസേബിൾ ചെയ്യുകയും നമുക്ക് ഇവിടെ കാണാനും സാധിക്കും, കണ്ടില്ലേ? ലൈൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡെൽറ്റ ഡൈവേർജൻസ്. കുമുലേറ്റീവ് ഡെൽറ്റ മാർക്കർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മാർക്ക് ചെയ്യുമ്പോൾ ആ ക്യാൻഡിലിൻ്റെ മുകളിൽ വരും, കണ്ടില്ലേ? കുമുലേറ്റീവ് ഡെൽറ്റ കോട്ടേജ്. ഇതൊക്കെ വളരെയേറെ ഡിഫിക്കൽട്ടി ഉണ്ടാക്കും നിങ്ങൾക്ക്. വളരെ സ്മാൾ ലെറ്റേഴ്സാണ്, അത് മനസ്സിലാക്കാനും പ്രയാസം വരും നിങ്ങൾക്ക്. അതുകൊണ്ട് അതിൻ്റെ പവറും മനസ്സിലാക്കാൻ പ്രയാസം വരും. അൺഫിനിഷ്ഡ് ഓപ്ഷനും നമുക്ക് തൽക്കാലം ആവശ്യമില്ല. COT മാർക്കറും ആവശ്യമില്ല. COT ഒക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും മതിയാവും ഇതിനകത്ത്. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ പ്രൊഫൈൽ സെഷനൊക്കെ ഇതിൻ്റെ തിക്നെസ്സും ഒക്കെ ആ ഇൻഡിവിജ്വൽ ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൽ എവിടെയാണ് മാക്സിമം സെല്ലിങ് നടന്നിരിക്കുന്നത് അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഇതിൻ്റെ കളേഴ്സൊക്കെ ഇതിൻ്റെ ഡീഫോൾട്ട് എടുത്ത് വെച്ചാൽ മതിയാവും. ഗോ ടു ഹിയർ ആൻഡ് റീസെറ്റ് ഡീഫോൾട്ട്. ആ ഡീഫോൾട്ടിലുള്ള ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഓർഡർ ഫ്ലോ ചാർട്ട്സിലുള്ളത്. പിന്നെ ഇതിനോടൊപ്പം നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റാവുന്ന ഇൻഡിക്കേറ്റേഴ്സാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള VWAP. അപ്പോൾ ഗോ ടു ഹിയർ, സെലക്ട് VWAP. ഇനി വോളിയം പ്രൊഫൈലിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡ്രോ VWAP ബാൻഡ് ഉണ്ടാവും. VWAP ബാൻഡ് ഉണ്ട്, VWAP ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് VWAP ബാൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം പ്രൊഫൈലിൻ്റെ കൂട്ട് തന്നെ 3 ബാൻഡ് ഉണ്ടാവും. മിഡിൽ ബാൻഡ്, അപ്പർ ബാൻഡ്, ലോവർ ബാൻഡ്. അത് വോളിയം പ്രൊഫൈലിൻ്റെ കൂട്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ട്രേഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വലിയ നോയ്സ് ഇല്ലാണ്ട് തന്നെ അത് കാണാൻ സാധിക്കും. മോറോല സെയിം റിസൾട്ടൊക്കെ തന്നെ കിട്ടും. ഓൾറൈറ്റ്, ബട്ട് വോളിയം പ്രൊഫൈൽ ഈസ് ഗുഡ് ആൻഡ് മോർ ആക്യുറേറ്റ്. ഇനി VWAP ബാൻഡ് ഇടാം നിങ്ങൾക്ക്. VWAP ബാൻഡ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ വളരെയേറെ ഗുണമുണ്ടാകും. VWAP ഓൾറെഡി കിടപ്പുണ്ട് ഇവിടെ. ആ VWAPൻ്റെ സെറ്റിങ്സും നോക്കാം നമുക്ക്. HLC3 പീരീഡ് സെഷൻ മതിയാവും. ഈ സെഷൻ്റെ അവിടെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി ഒക്കെ ഉണ്ട്. നമ്മൾ ഇൻട്രാഡേ ട്രേഡാണ്, സ്കാൽപ്പിംഗ് ട്രേഡ്സ് ആണ്. അപ്പോൾ സെഷൻ ഉപയോഗിച്ചാൽ മതി. സ്കാൽപ്പിങ്ങിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ടൈം സ്പാനുള്ള ഇതൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. ഓൾറൈറ്റ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ തൽക്കാലം ഇതിൽ ഓർഡർ ഫ്ലോ സെറ്റിങ്സിൽ. ഐ ഹോപ്പ് എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടോ ബേസിക് ആയിട്ടുള്ള ഇത് ബാർ സ്ട്രാറ്റജീസിൽ ഓരോന്നും ഇട്ട് വേണം നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യാം. ബട്ട് ഓരോ സ്റ്റഡിയും നിങ്ങൾക്ക് ചിലപ്പം ബാക്ക് ടെസ്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് മാസങ്ങളും ദിവസങ്ങളും എടുക്കും. ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി നമ്മൾ ബിൽഡ് ചെയ്യാവുള്ളൂ. നമ്മുടെ ഡെൽറ്റ ഹസിൽ ട്രേഡിംഗ് സ്ട്രാറ്റജി എല്ലാം ബാക്ക് ടെസ്റ്റഡ് ഫോർ ഇൻ മോർ ദാൻ 500-600 കോൺട്രാക്ട്സ് ആൻഡ് സ്റ്റോക്സ് ആൻഡ് ഷെയർസ്. അപ്പോൾ അവിടെയൊക്കെ ഇത് ഫ്യൂച്ചേഴ്സിലും ഒക്കെ തന്നെ നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചേഴ്സിലും ഓപ്ഷൻസിലും മാത്രം ആപ്ലിക്കബിൾ ആകുന്നതാണ്. ഇറ്റ് ഈസ് എ വെരി വെരി ഹ്യൂജ് സ്റ്റഡി. അല്ല സാധാരണയുള്ള ഓപ്ഷൻസിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഈ ബാർ ഡേറ്റയൊന്നും വെച്ചിട്ടല്ല, നമ്മൾ റിയൽ ആക്യുറേറ്റ് ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് ഇതിൽ നിന്നും ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മൾ അത് സ്റ്റഡി ചെയ്യേണ്ടത്. അതുപോലെ വോളിയം പ്രൊഫൈലിൻ്റെ ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജീസ്, ഡെൽറ്റ ഡൈവേർജൻസ് സ്ട്രാറ്റജി, കോട്ടേജ് സ്ട്രാറ്റജി,
പിന്നീട് ഓപ്പൺ ഇൻട്രസ്റ്റ് സ്ട്രാറ്റജി, കുമുലേറ്റീവ് ഡെൽറ്റ സ്ട്രാറ്റജി, അങ്ങനെ 4, 5, 6 ട്രേഡിംഗ് സ്ട്രാറ്റജീസ് പ്ലസ് ഇതെല്ലാം കൂടി അപ്ലൈ ചെയ്യുന്ന ഒരു സിംഗിൾ സ്ട്രാറ്റജിയുമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വാട്സാപ്പിലേക്ക് ഒരു ഹായ് മെസ്സേജ് അയയ്ക്കുക. ഇതിൻ്റെ ഫസ്റ്റ് ട്യൂട്ടോറിയൽസ് ഞങ്ങൾ നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ നമ്മുടെ ട്യൂട്ടോറിയൽ സെഷൻസിൽ, റിയൽ ട്യൂട്ടോറിയൽ സെഷൻസിൽ ചേരുന്നവർക്ക് വളരെ ഡിസ്കൗണ്ട് ഇപ്പം അവൈലബിൾ ആണ്. 30th നവംബർ വരെ ഉള്ളൂ ഡിസ്കൗണ്ട്. ബിഫോർ ദാറ്റ് ജോയിൻ ഇറ്റ് ആൻഡ് ആസ്ക് ഫോർ ഫ്രീ ട്യൂട്ടോറിയൽസ്. നോ, subscribe it, ask for free tutorial, no compulsion, nothing. You will get a clear idea about these things in the first tutorial, more clear idea. Okay, പക്ഷേ ട്രേഡിംഗ് സ്ട്രാറ്റജി, റിയൽ ട്രേഡിംഗ് സ്ട്രാറ്റജി, ദിസ് ഈസ് മണി. ഓർഡർ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് സാധാരണ കാൻഡിൽസ്റ്റിക് ചാർട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓർഡർ ഫ്ലോ ചാർട്ട് ഈസ് ഈക്വലന്റ് ടു ടെസ്ല കാർ. കാൻഡിൽസ്റ്റിക് ചാർട്ട് എന്ന് പറയുന്നത് ഓൾഡ് അംബാസഡർ കാറിന് തുല്യം. ഓഫ് കോഴ്സ് രണ്ടിനകത്തും നമുക്ക് ട്രാവൽ ചെയ്യാം. പക്ഷേ ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വെച്ചിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏത് വേണം? എപ്പോഴും ഓർഡർ ഫ്ലോ ചാർട്ട് വേണം. ഈ ക്യാൻഡിൽ നോക്കൂ, ഈ ക്യാൻഡിലിൽ ഹ്യൂജ് വോളിയമാണ്. 185 നിന്ന് 2.72,000, ദ ഹ്യൂജ് വോളിയം ഓഫ് ദ ഡേ സെല്ല് ചെയ്ത്. ട്രേഡിംഗ് വ്യൂ ചാർട്ടിൽ നിങ്ങൾക്ക് ഇതൊന്നും പറയില്ല. വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ ആഫ്റ്റർ ദാറ്റ്? നിങ്ങൾ സെൽ സൈഡിൽ മാത്രമേ പോകത്തുള്ളൂ. വാട്ട് ഹാപ്പൻഡ് ആഫ്റ്റർ ദാറ്റ്? ഇറ്റ് ഹാസ് ഗോൺ അപ്പ്. പക്ഷേ ഓർഡർ ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അല്ലെങ്കിൽ ഈ ക്യാൻഡിൽ കാണുമ്പോൾ എല്ലാവരും വളരെയേറെ ഭയന്ന് മാറി നിൽക്കും മാർക്കറ്റ്. ഈ ഫേക്ക് ബ്രേക്ക്ഔട്ടിലൊക്കെ പോയി നിങ്ങൾ എൻ്റർ ചെയ്യും. വിവാപ്പ് ബ്രേക്ക്ഔട്ട് വന്നു, മുകളിൽ ക്ലോസ് ചെയ്തു, ബൈ. ഇവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പോയി. അതുപോലെ ഈ ക്ലോസ് വന്നു. ഈ രണ്ട് ക്ലോസിങ്ങും നമ്മൾ എടുക്കില്ല. ദെൻ ഇവിടെ ക്ലോസ് ചെയ്ത് നമ്മൾ എടുക്കും. ഈ ക്ലോസിങ് നമുക്ക് എടുക്കാം ധൈര്യമായിട്ട്. അപ്പോൾ ഈ ബ്രേക്ക്ഔട്ട് ട്രേഡ് നമ്മൾ എടുത്താൽ കൂടി നമുക്ക് 300-400 പോയിന്റ്സ് കിട്ടി ക്വിക്കായിട്ട്. ഓൾറൈറ്റ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് സെൻഡ് എ വാട്സാപ്പ് മെസ്സേജ് ടു മീ, സെൻഡ് യുവർ നെയിം ആൻഡ് ഹായ് മെസ്സേജ് ടു മീ. ഓൾറൈറ്റ്, താങ്ക് യു വെരി മച്ച്.